Very happy. Thank you. Thank you. Thank you. JRCM. ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു JRCM വന്നില്ല. പുതിയ ആൾക്കാർ എത്ര പേരുണ്ട് ആദ്യമായിട്ട് RCMന്റെ ഒരു മീറ്റിങ്ങിന് വരുന്നത്? പുതിയ ആൾക്കാർ. മോസ്റ്റ് വെൽക്കം ടു RCM ഫാമിലി. എൻ്റെ പേര് ഗോപകുമാർ. ഞാൻ എയർഫോഴ്സിലായിരുന്നു, ഇന്ത്യൻ എയർഫോഴ്സ് ഡിഫൻസ് ഫോഴ്സസിലായിരുന്നു വർക്ക് ചെയ്തിരുന്ന RCMൽ വരുന്നതിന് മുമ്പ്. ഡിഫൻസിൽ എനിക്ക് സോപ്പ് പേസ്റ്റ് വെക്കുന്ന പണിയല്ലായിരുന്നു. ഞാൻ നിങ്ങൾ ആകാശത്ത് കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ എയർക്രാഫ്റ്റിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹെലികോപ്റ്റേഴ്സ്, ജെറ്റ്, ഫൈറ്റേഴ്സ്. ഇന്ത്യയിൽ പല സ്ഥലത്ത് യാത്ര ചെയ്തു. അവസാനം ബാംഗ്ലൂർ എയർപോർട്ടിൽ എയർക്രാഫ്റ്റ് സിസ്റ്റം ടെസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ്, ഒരു ഫൈറ്ററിന്റെ ടെസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ്മെന്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു സോപ്പും പേസ്റ്റും ഒക്കെ ആയിട്ട് വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, അഡീഷണൽ ഇൻകം വേണോന്ന് ചോദിച്ചു. യു വാണ്ട് എക്സ്ട്രാ മണി? അഡീഷണൽ ഇൻകം വേണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വേണം. അഡീഷണൽ ഇൻകം വേണ്ടാത്തവരാരെങ്കിലും ഉണ്ടോ? അഡീഷണൽ ഇൻകം വേണ്ടാത്തവരാരെങ്കിലും ഉണ്ടോ? ടീച്ചർമാർ അഡീഷണൽ ഇൻകത്തിന് വേണ്ടി എന്ത് ചെയ്യും? ഫാക്ടറിയിൽ പോകുന്ന ആളുകൾ അഡീഷണൽ ഇൻകത്തിന് വേണ്ടി എന്ത് ചെയ്യും? ഓവർടൈം. ഡോക്ടർമാരോ കുറേ പ്രാക്ടീസ് ചെയ്യും. ഫിലിം സ്റ്റാർസോ അഡ്വർടൈസ്മെന്റ് ചെയ്യും. അപ്പൊ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് നമുക്ക് വേണോ അഡീഷണൽ ഇൻകം? വേണം. ഓക്കെ, നമുക്ക് അഡീഷണൽ ഇൻകം വേണം. കുറച്ച് പേർക്ക് വേണം, കുറച്ച് പേർക്ക് വേണ്ടാമോ? എല്ലാവർക്കും വേണം. അപ്പൊ ഞാൻ പറഞ്ഞു യെസ്. എന്നിട്ട് അദ്ദേഹം സോപ്പും പേസ്റ്റും ഒക്കെ എടുത്തിട്ട് ടേബിളിന്റെ മേലെ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പോ ഒരാളുടെ എന്താണ് എനിക്ക് അറിയില്ല. അദ്ദേഹം പറഞ്ഞു എനിക്ക് അന്നൊരു ചെറിയ അഡ്വൈസ് തന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങള് ഒരു ബിസിനസ്മാൻ ആണോ, അല്ലെങ്കിൽ ബിസിനസ് അറിയോ, സെറ്റ് ചെയ്യാൻ അറിയോ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ഏത് പ്രൊഫഷണൽ ആണെങ്കിലും, ഏത് ജോലിയിലാണെങ്കിലും, എന്ത് തരക്കാരനാണെങ്കിലും, പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമ്മൾ രാവിലെ പല്ല് തേക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കുളിക്കണമെങ്കിൽ എന്ത് വേണം? ചായ കുടിക്കണമെങ്കിൽ എന്ത് വേണം? അപ്പൊ എന്നോട് നിങ്ങൾ തൽക്കാലം അത് ചെയ്യാൻ പറ്റും. ഈ ഒരു ഉപദേശം ആണ് കഴിഞ്ഞ 20 വർഷമായിട്ട് എന്നെ RCMൽ പിടിച്ചു നിർത്തുന്നത്. ഇവിടെ പുതിയതായിട്ട് വന്ന കുറെ ആൾക്കാരെ ഞാൻ കണ്ടു. നിങ്ങളോടും എനിക്ക് പറയാനുള്ള ഒരൊറ്റ സജഷൻ ഇത് മാത്രമേ ഉള്ളൂ. RCMൽ കിട്ടുന്ന പ്രോഡക്റ്റുകൾ, ഇവിടെ കുറച്ച് പ്രോഡക്റ്റുകൾ കരുതി വെച്ചിട്ടുണ്ട്. യൂസ് ഇറ്റ്, ഉപയോഗിക്കുക. പ്രയാസമുള്ള കാര്യമാണോ? ഉറക്കെ പറയും, പ്രയാസമുള്ളതാണോ? ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. RCM ബിസിനസ്സിൽ ഏറ്റവും പ്രയാസപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പല ആളുകൾ പറയും, ഞാൻ കുറെ നാളായിട്ട് ഞാൻ ഇന്ന ബ്രാൻഡ് ചായപ്പൊടി ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതെനിക്ക് മാറ്റാൻ പ്രയാസം. ഇന്ന ബ്രാൻഡ് ടൂത്ത് പേസ്റ്റ് ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതെനിക്ക് മാറ്റാൻ പ്രയാസമാണ്. നമ്മൾ അവരോട് RCM എന്ന് പറഞ്ഞ ബ്രാൻഡിലേക്ക് മാറാൻ പറയുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം തോന്നുന്ന ഒരു കാര്യം അതാണ്. അങ്ങനെ മാറാൻ പറ്റിയാൽ RCMന്റെ 90% വർക്ക് കഴിയും. നമുക്ക് RCMന്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനല്ല,
നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്. RCM ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഇന്നും പലരും തീരുമാനിച്ചിട്ടില്ല. ഇന്നും കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ പലരും RCMിലുള്ളത്. എങ്ങോട്ട് വേണമെങ്കിലും വീഴാം. പലരോടും RCMന്റെ മീറ്റിംഗ് ഉണ്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഓടും. എന്നോട് ഞാൻ ആദ്യം RCMന്റെ പ്രോഗ്രാം RCMിലേക്ക് വന്ന സമയത്ത് എൻ്റെ വൈഫിനോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഈ വേണ്ടാത്ത പണിക്ക് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരു സെൻട്രൽ ഗവൺമെന്റ്, ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഡ്രീമാണ്. ആണോ അല്ലയോ? പഠിപ്പ് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടാൻ എളുപ്പമുള്ള പരിപാടിയല്ല. ആ പണി ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ സോപ്പും മുളകും കിട്ടാൻ അറിയുന്നത്. അപ്പോ അത് മാത്രമല്ല, ഓക്കെ, നമ്മൾ കൊണ്ടുചെല്ലുന്ന സ്ഥലത്തൊക്കെ ആളുകൾ രണ്ട് കൈ നീട്ടിയിട്ട് എന്നാ പിന്നെ അങ്ങോട്ട് തന്നേക്ക് ഞാൻ വാങ്ങിക്കോളാന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. ഇത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ 100 പേർക്കിലോ പ്രശ്നങ്ങളാണ്. ഇതിന്റെ ഔട്ട്ലെറ്റ് എവിടെയാണ്? ഇവിടുന്ന് 5 കിലോമീറ്റർ ഉണ്ട്, 10 കിലോമീറ്റർ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളാണ്. ഞാൻ ഇനി അവിടെ പോകണോ സോപ്പ് വാങ്ങാൻ? ഇതെന്റെ വീട്ടിനടുത്ത് അവിടെ കിട്ടും. ഇങ്ങനെ ഒരു വയ്യാവേലിയും ഇല്ലാതെ ഞാനൊരു തൊഴിലുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ജോലിയിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഏതാണ്ട് 1 ലക്ഷത്തിന് മേലെ ശമ്പളം കിട്ടുന്ന തൊഴിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ സോപ്പും വേസ്റ്റും വിൽക്കാൻ അറിയാം. എൻ്റെ കൂട്ടത്തിൽ എയർഫോഴ്സിലുണ്ടായിരുന്ന പലരും ഇന്ന് പല എയർലൈൻസിൽ വേൾഡ് വൈഡ് പല സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പല എയർലൈൻസ് നല്ല ശമ്പളം. അവർക്ക് അവരുടെ നാട്ടിലേക്ക് വന്നു പോകാനുള്ളതെല്ലാം കംപ്ലീറ്റ്ലി സ്പോൺസേർഡ് ബൈ എയർലൈൻസ്. അവിടെ താമസ സൗകര്യം, കുടുംബത്തോടു കൂടി കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം, ഇതെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ഈ സോപ്പും വേസ്റ്റും വിൽക്കാൻ അറിയാം. ആ സമയത്ത് എനിക്ക് എൻ്റെ വൈഫ്, എനിക്ക് നമ്മളെ അംബിക മാഡത്തിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. എൻ്റെ വൈഫ് എനിക്കൊരു നല്ല പേരിട്ടു, മണ്ടൻ. ഞാനും ആദ്യമൊക്കെ വിചാരിച്ചു എൻ്റെ ബുദ്ധിക്ക് ഇനി എന്തെങ്കിലും തകരാറായോ. കാരണം എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇതൊന്നും നിനക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതല്ല. അങ്ങനെ ഞാൻ കേൾക്കുന്നില്ല എന്ന് തോന്നിയ സമയത്ത് വീട്ടിൽ ആരെങ്കിലും RCMന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്നാൽ അവരെ നെഗറ്റീവ് ആക്കുക മാത്രമല്ല എന്നെയും കൂടി നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവരെ ചട്ടം കിട്ടുകയും. ഇന്ന് ഞാൻ RCMന്റെ ഒരു മീറ്റിങ്ങിലേക്ക് വന്നാൽ ഞാനും വരുന്നു എന്ന് പറഞ്ഞ ആദ്യം ഇറങ്ങുക എൻ്റെ വൈഫാണ്. എന്തായിരിക്കും കാരണം? പല ഭാര്യ ഭർത്താക്കന്മാരും വീട്ടിലെ മീറ്റിങ്ങിന് വന്നിട്ട് നമ്മൾ ലീഡേഴ്സിനോട് പറയാണ്ട് എൻ്റെ ഭാര്യയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെ ഭാര്യമാർ പറയും എൻ്റെ ഭർത്താവിനോടൊന്ന് നിങ്ങൾ പറയണം. തീരെ സഹകരിക്കുന്നില്ല. എൻ്റെ വൈഫ് സഹകരിച്ചിരുന്നില്ല, എൻ്റെ വീട്ടിലുള്ള ആരും സഹകരിച്ചിരുന്നില്ല. എൻ്റെ ചുറ്റുവട്ടത്തുള്ള എൻ്റെ ഫ്രണ്ട്സ് മുഴുവൻ എന്നെ കളിയാക്കി, എൻ്റെ കുടുംബക്കാരെന്നെ കളിയാക്കി. നിന്റെ പരിപാടി ഒന്നും നടക്കൂല എന്നാണ് അവരെന്നോട് പറഞ്ഞിരുന്നത്. ഇന്ന് അവർ പറയുന്നത്, ഇന്ന് അവർക്ക് RCMന്റെ പ്രോഡക്റ്റ് എവിടെയെങ്കിലും കിട്ടിയാൽ അവർ പറയും, ഗോപേട്ടന്റെ ആ ഒതുഗതിയാട്ടോ ഞാൻ വീട്ടിൽ കത്തിക്കുന്നത്. അഭിമാനത്തോടു കൂടി പറയും. എൻ്റെ വൈഫ് ഇന്ന് വൈഫ് എന്നെക്കാളും മുൻപ് പ്രോഗ്രാമിൽ ഇറങ്ങുന്നു. ഇതിന്റെ കാരണം എന്താണ്? ഈ മാറ്റത്തിന്റെ കാരണം എന്താണ്? അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കുന്നത് ഇന്നും മനസ്സിലാക്കില്ല. പക്ഷെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സംഭവം എന്താ? കാശ് അക്കൗണ്ടിൽ വന്ന് വീഴുന്ന കാശ് എല്ലാവർക്കും മനസ്സിലാവും. RCMിൽ നിന്നും നല്ല കനത്തോടു കൂടി കാശ് വീഴാൻ തുടങ്ങി കഴിഞ്ഞപ്പം എല്ലാവർക്കും കാര്യം മനസ്സിലായി. എൻ്റെ വൈഫിന് മനസ്സിലായി, വൈഫിന്റെ റിലേഷൻസിന് മനസ്സിലായി, എൻ്റെ കുടുംബക്കാർക്ക് മനസ്സിലായി. പ്രോഡക്റ്റോ RCMോ ഇന്നും എൻ്റെ കുടുംബക്കാർക്കോ എൻ്റെ വൈഫിന്റെ കുടുംബക്കാർക്കോ മനസ്സിലായിട്ടില്ല. എന്ത് മനസ്സിലായി? എൻ്റെ ലൈഫ് സ്റ്റൈലിൽ വന്ന വ്യത്യാസം അവർക്ക് മനസ്സിലായി. ഞാൻ ജീവിക്കുന്ന രീതി കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. എൻ്റെ കാറ് കണ്ടപ്പോൾ മനസ്സിലായി. അജിതൻ സാർ അങ്ങനെ തന്നെയല്ല. അജിതൻ സാറിന്റെ ഫ്ലൈറ്റിലാണ് ഞാൻ പോകുന്നത്. ഞങ്ങള് വണ്ടിയിലേക്കുമ്പോൾ എന്റെ രസം എന്ന് പറഞ്ഞാല് ഓരോ വണ്ടികൾ ഇങ്ങനെ സൈഡ് മാറ്റി തരാം. ഇത് എന്താ ഈ സാധനം വരുന്നത്? മേലെ കണ്ടിട്ടുണ്ടോ? അജിതൻ സാറിന്റെ വണ്ടി കണ്ടിട്ടുണ്ടോ? മേലെ ഒരു വലിയൊരു
എന്താ ഒരു എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത് ഒരു സാധനമൊക്കെ വണ്ടിയൊക്കെ ഇങ്ങനെ സൈഡ് പറഞ്ഞ് നമ്മുടെ വേഗം എത്തിയത്, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ജയിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അതാണ് നമ്മൾക്ക് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾക്ക് ആക്സെപ്റ്റൻസ് ഇല്ല. അതല്ലാണ്ട് ഭാര്യയോ ഭർത്താവിനെയോ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. ഇതിനൊരൊറ്റ റെമഡിയുള്ളൂ, ഒറ്റമൂലിയുള്ളൂ. എഴുതട്ടെ, ചെയ്യാൻ തയ്യാറാണ്? ഒറ്റമൂലിയുള്ളൂ. നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്. ആക്ഷൻ ആണ് എല്ലാത്തിനും പരിഹാരം. പ്രവർത്തനം. RCM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ ഡ്യൂട്ടിയുള്ളൂ. എന്താ? ഉപയോഗിക്കുക. എവിടെയെല്ലാമോ പോയി വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഇനി മുന്നോട്ട് RCM വാങ്ങി ഉപയോഗിക്കാം. അതിന് RCM ധാരാളം നമുക്ക് ബെനിഫിറ്റ്സ് തരുന്നുണ്ട്, ഇഷ്ടം പോലെ ബെനിഫിറ്റ്സ്. ഒന്നാമത്തത്, നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പ്രോഡക്റ്റിനെക്കാട്ടിലും RCM പ്രോഡക്റ്റുകൾ ലെസ് പ്രൈസ്ഡാണ്, കുറഞ്ഞ വിലയിൽ കിട്ടുന്നു, ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു. ആണോ? ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിനേക്കാളും നമുക്ക് വില കുറച്ച് കിട്ടും. ഈ രണ്ട് കാരണങ്ങൾ മാത്രം മതി സാധനം വാങ്ങി ഉപയോഗിക്കാൻ. എന്നെ RCMന്റെ പ്ലാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ വന്ന ആളോട് ഞാൻ ചോദിച്ചു, എനിക്ക് ഈ സാധനമൊക്കെ ഡിഫൻസ് ക്യാൻറ്റീനിൽ കിട്ടും, ഞാൻ എന്തിനാണ് RCM എന്ന് വാങ്ങുന്നത്? ഞാൻ ആ ഒരു വണ്ടി എടുത്തിട്ട് ഡിഫൻസ് ക്യാൻറ്റീനിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എല്ലാം ടാക്സ് എക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടും, എല്ലാം വില കുറച്ച് കിട്ടും, ഞാൻ ഇതിന് RCM എന്ന് വാങ്ങണം. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഡിഫൻസ് ക്യാൻറ്റീനിനെക്കാട്ടും വില കുറവ് കിട്ടും. അത് ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു. അപ്പൊ എനിക്കൊരു കാര്യം ബോധ്യമായി, RCMലുള്ള ഒരു സാധനം നല്ലതായിരിക്കില്ല. കാരണം നല്ല സാധനങ്ങൾ വില കുറച്ച് തരാൻ പറ്റുമോ? നല്ല സാധനങ്ങൾക്ക് എപ്പോഴും എന്തായിരിക്കും? വില കൂടുതലായിരിക്കും. അപ്പൊ മാർക്കറ്റിലുള്ള സാധനം തന്നെ നല്ലതല്ല. അപ്പൊ അതിനെക്കാട്ടിലും വില കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ RCMന്റെ സാധനം പറ്റപ്പോകും. അങ്ങനെ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി കുറച്ച് സാധനങ്ങൾ ഞാൻ അന്ന് കിട്ടാവുന്ന ഒരു 5-6 സാധനങ്ങൾ, അന്ന് ചായപ്പൊടി പേസ്റ്റുകളും, അന്ന് ഞാൻ RCM തുടങ്ങുന്ന സമയത്ത് ഏതാണ്ട് ഒരു 15ഓളം പ്രോഡക്റ്റുകളെ RCMലുള്ളൂ. ഇന്ന് 26 വർഷം കഴിഞ്ഞപ്പോൾ 4000-ൽ കൂടുതൽ പ്രോഡക്റ്റുകളിലേക്ക് എത്തി നിൽക്കുക. അത് പറയുമ്പോൾ ന്യൂട്രി ചാർജ് ഇല്ല, ഉപ്പില്ല, ഗോതമ്പ് പൊടിയില്ല, മസാലകളില്ല, കിട്ടുന്ന പിക്കപ്പ് സെന്ററുകളില്ല, പ്ലാൻ പറഞ്ഞു തരാനോ ഒരു മീറ്റിങ്ങോ, ഇതേപോലത്തെ AC ഓഡിറ്റോറിയം ഒക്കെ ഞങ്ങളുടെ ഡ്രീമായിരുന്നു. ഇന്ന് പുതിയതായിട്ട് വന്ന ഒരാൾ RCMനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി നേരെ വന്ന് കയറിയിരിക്കുന്ന ഒരു AC ഓഡിറ്റോറിയത്തിലാണ്. ഞങ്ങൾ റോഡ് സൈഡിലൊക്കെ നിന്ന് ഒരു സ്കൂട്ടറിന്റെ മേലെ ഒരു ചെറിയ ബാഗ് തുറന്ന് അതിനകത്ത് നിന്ന് കിട്ടാവുന്ന പ്രോഡക്റ്റുകളൊക്കെ പ്രോഡക്റ്റുകൾ കാണിക്കാനില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് പ്രോഡക്റ്റ് ഒക്കെ പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് കാണിച്ച് അതിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടാണ് തുടക്കകാലത്ത്. ഇന്ന് ഇങ്ങനെയല്ല. ഇന്ന് നേരെ നമ്മൾ RCMന്റെ ഔട്ട്ലെറ്റിലേക്ക് ആളുകളെ വിളിച്ചുകൊണ്ട് പോവാം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ പ്രോഡക്റ്റുകൾ നിരത്തി വെച്ചിരിക്കുന്നു. 1-2 ഞങ്ങളുള്ളപ്പോൾ 15 ആണെങ്കിൽ ഇന്ന് 4000-ൽ കൂടുതൽ പ്രോഡക്റ്റുകൾ. ഫെർട്ടിലൈസേഴ്സ്, നമുക്ക് ഇന്ന് കൃഷിക്കാരോട് സംസാരിക്കാനുള്ള വളം നമ്മൾ എടുത്തിട്ടുണ്ട്, ഫെർട്ടിലൈസേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്, സോയിൽ ട്രീറ്റ്മെന്റിന് വേണ്ട സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അടയ്ക്ക, തെങ്ങ്, കുരുമുളക്, വാഴ, ഇഞ്ചി തുടങ്ങിയിട്ടുള്ള കൃഷിക്ക് പറ്റിയ അടിപൊളി ഇസ്രായേൽ ടെക്നോളജിയിൽ റെഡിയാക്കിയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. 1 കിലോ 1 ഏക്കറിലേക്ക്, വിശ്വസിക്കാൻ പറ്റില്ല. 1 കിലോ 1 ഏക്കറിന് വിശ്വസിക്കാൻ പറ്റുമോ? ചാക്ക് കണക്കിന്, ലോറി കണക്കിന് ആണ് വളം കൊണ്ടുപോയിട്ട് ആളുകൾ മണ്ണിലിടുന്നത്. അവിടെയാണ് നമ്മൾ 1 കിലോ കൊടുക്കുന്നത് 1 ഏക്കറിലേക്ക്. അതേപോലെ നമ്മളെടുത്ത് ന്യൂട്രീഷൻ പ്രൊഡക്റ്റ്, തൈറോയിഡ് ഉള്ള ആളുകൾക്ക്, ഡയബറ്റിക് ഉള്ള ആളുകൾക്ക്, എല്ല് തേയ്മാനം സംഭവിച്ച ആളുകൾക്ക്, ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ട ന്യൂട്രീഷൻസ്, ബെസ്റ്റ് ന്യൂട്രീഷൻസ്. അതേപോലെ നമ്മളെടുത്തുള്ള മറ്റൊരു പ്രോഡക്റ്റാണ് കോസ്മെറ്റിക്സ്. പ്രത്യേകിച്ച് ലേഡീസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സാനിറ്ററി പാഡുകൾ, ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, അതിൻ്റെയൊക്കെ സ്പെഷ്യൽ ട്രെയിനിങ്. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റുകൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇന്നൊരു RCMന്റെ ഔട്ട്ലെറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ പ്രോഡക്റ്റുകളും കിട്ടുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ നമ്മൾ ആ പ്രോഡക്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്?
യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് ഹെൽത്ത്, ആരോഗ്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ആരോഗ്യത്തിൽ മാറ്റം കിട്ടിയ ആരെങ്കിലും ഉണ്ടോ അവിടെ? പുതിയതായിട്ട് വന്ന ആളുകൾ ഒന്ന് ചുറ്റുവട്ടം കഴിഞ്ഞ് ഒന്ന് കണ്ണോടിക്കണേ. ഈ കൈ പൊക്കിയ ആൾക്കാരൊക്കെ ഒന്ന് കണ്ടോളൂ. പുതിയതായിട്ട് വന്ന ആൾക്കാർ RCMൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എന്താണ് ആദ്യം നമുക്ക് കിട്ടുക? എന്താ കിട്ടുക? ഒരുമിച്ച് പറയും, ആരോഗ്യം. എത്ര പേർക്ക് വേണം? പുതിയതായിട്ട് വന്ന ആളുകൾക്ക് ആരോഗ്യം വേണോ? യെസ് ഓർ നോ? വേണം. അതിനെന്താ ചെയ്യണ്ടേ? എത്ര പേരെ ചേർക്കണം? RCMൽ പുതിയതായിട്ട് ഇന്ന് വന്ന ആളുകൾക്ക് ആരോഗ്യം കിട്ടണമെങ്കിൽ എത്ര പേരെ ചേർക്കണം? ആരും ചേർക്കണ്ട. എത്ര പ്രോഡക്റ്റ് വിൽക്കണം? ഒന്നും വിൽക്കണ്ട. എന്ത് ചെയ്താൽ മതി? ഒന്ന് ഉറക്കെ പറഞ്ഞു. യൂസ് ദ പ്രോഡക്റ്റ്. തയ്യാറാണോ? യെസ്സിനൊരു സ്ട്രോങ് ഇല്ലല്ലോ. ഉപയോഗിക്കാൻ തയ്യാറായാൽ നമുക്ക് RCMന് ഒരു വലിയ ശതമാനം വിജയം ഉറപ്പായി. ഇനി ചെറിയ പണിക്കേ ഉള്ളൂ. ഇനി ചെറിയ വർക്ക് മാത്രമേ ഉള്ളൂ. നമ്മളെ മുന്നിൽ കാണുന്നവരോടൊക്കെ ആവശ്യം പറയാം. അതിന് നമ്മൾ പറയാ ദാറ്റ് ഈസ് കോൾഡ് പ്രമോഷൻ. പ്രമോട്ട്, പ്രചരിപ്പിക്കുക. നമുക്ക് കിട്ടിയ അനുഭവം മറ്റുള്ളവരോട് പറയാം. അതിനാണ് പ്രമോഷൻ എന്ന് പറയാം. ഞാനിവിടെ സെൽ എന്ന് എഴുതിയില്ല. ഹലോ, എന്ത് എഴുതിയില്ല? സെൽ എന്ന് എഴുതിയില്ല. പ്രോഡക്റ്റുകൾ നമ്മൾ RCMൽ പ്രോഡക്റ്റുകൾ വിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ RCMന്റെ പ്രോഡക്റ്റുകളും RCMന്റെ പ്ലാനും പ്രമോട്ട് ചെയ്യുക. എനിക്ക് കിട്ടിയ അനുഭവം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഞാൻ RCMന്റെ ഓയിൽ ഉപയോഗിച്ചു. എനിക്ക് ആ ഓയിലിൽ നിന്നും കിട്ടിയ ഉപയോഗം അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയ റിസൾട്ട്, എക്സ്പീരിയൻസ് ഷെയറിംഗ്, ദാറ്റ് ഈസ് കോൾഡ് പ്രമോഷൻ. അങ്ങനെ ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. എന്ത് റിസൾട്ടാണ് കിട്ടിയത്? മാഡത്തിന് എന്ത് റിസൾട്ടാണ് കിട്ടിയത് ഓയിൽ ഉപയോഗിച്ചിട്ട്? അസിഡിറ്റി മാറി. വേറെ ആർക്കാ കിട്ടിയത് റിസൾട്ട്? എന്ത് റിസൾട്ടാണ് കിട്ടിയത്? കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, അത് മാറിയായിരുന്നു. അവിടെ അസിഡിറ്റി കുറഞ്ഞു, ഇവിടെ കൊളസ്ട്രോൾ മാറി. എന്താണ് മാഡത്തിന് കിട്ടിയ റിസൾട്ട്? എന്താണ് സുരാജ്? സോറിയാസിസിന്റെ അസുഖം ഉണ്ടായിരുന്നു, സോറിയാസിന്റെ ഡിസീസ് ഉണ്ടായിരുന്നു, അത് മാറി. എനിക്ക് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെരിക്കോസ്. ഞാൻ വിദേശത്തായിരുന്നു, ഒരുപാട് ചികിത്സ ചെയ്തു. പക്ഷേ ഈ ഓയിൽ ഉപയോഗിച്ച് ഒരുപാട് ആശ്വാസം. വെരിക്കോസിൽ മാറ്റം വന്നു. ഇപ്പൊ കേട്ടോ, 4 പേർക്ക് ഞാൻ ഫോൺ കൊടുത്ത സമയത്ത് സുനിൽ സാറല്ലേ, ഓക്കെ, വെരിക്കോസിൽ വ്യത്യാസം വന്നു. ഇനി ആർക്കാണ് പറയാനുള്ളത്? മാഡത്തിന് എന്താ വ്യത്യാസം കിട്ടിയത്? എനിക്ക് ഈ കാലിൻ്റെ കുറവിനൊക്കെ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നടക്കുമ്പോൾ ഇങ്ങനെ ആടിയൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഇത് ഉപയോഗിച്ച് തുടങ്ങിയ പിന്നെ എനിക്കിപ്പോൾ ആ നടക്കണേന് കുഴപ്പമൊന്നുമില്ല. വെരി ഗുഡ്, നല്ല കയ്യടി ആയിക്കോട്ടെ. റിസൾട്ട് കണ്ടോ? ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടിയത് ഒരു പ്രോഡക്റ്റിൽ നിന്നും. ഞാനിവിടെ ഒരൊറ്റ RCMൽ എത്ര പ്രോഡക്റ്റ് ഉണ്ടെന്നാ പറഞ്ഞേ? 4000. ആ 4000-ല് ഒരു പ്രോഡക്റ്റിന്റെ റിസൾട്ട് ഇവിടെ 5 പേരോട് ചോദിച്ചപ്പോൾ 5 തരം റിസൾട്ട് അവർക്ക് കിട്ടിയത്. ഈ ഓഡിറ്റോറിയത്തിൽ എനിക്ക് തോന്നുന്നു 300 പേരുണ്ടാവും. സുധാകർ, 300 കൂടുതലുണ്ട്. ഈ 300-ൽ കൂടുതൽ ആളുകളോട് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി ചോദിച്ചാൽ 300 തരം റിസൾട്ട് പറയും. അപ്പൊ പുതിയതായിട്ട് വന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്താണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RCMന്റെ ഒരു പ്രോഡക്റ്റിന് ഇങ്ങനെ റിസൾട്ട് തരാൻ പറ്റുമെങ്കിൽ 4000 പ്രോഡക്റ്റിന്റെ കാര്യം പറയാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. പണ്ടൊരാള് മാർക്കറ്റിൽ നിന്നും ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, സുധാകരൻ സാർ. മാർക്കറ്റിൽ നിന്നും നടന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹം വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് സുഹൃത്തിനെ കണ്ടു. സുഹൃത്ത് ചോദിച്ചു, എവിടുന്ന, എന്താ സാധനം വാങ്ങാൻ പോയതാണോ? അപ്പൊ അദ്ദേഹം ഇങ്ങനെ ബാഗ് കാണിച്ചാണ് ഞാൻ അതിനെ വാങ്ങാൻ പോയത്. എന്താ ബാഗിൽ എന്താണെന്ന് നീ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഈ ബാഗിലുള്ള പഴം മുഴുവൻ ഞങ്ങൾക്ക് തരാം. അപ്പൊ അയാൾ ഇങ്ങനെ മേലോട്ട് നോക്കി ഇങ്ങനെ ആലോചിക്കുക, എന്തായിരിക്കും ബാഗിനകത്ത്.
അപ്പൊ അയാൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതാണ് തോന്നി ഈ കിഴങ്ങനെ മനസ്സിലായില്ല. അവർ പറഞ്ഞു ഈ ബാഗിൽ എത്ര പഴമുണ്ടെന്ന് പറഞ്ഞാൽ 12 പഴം നിനക്ക്. അപ്പൊ അയാൾ ഇങ്ങനെ മേലോട്ട് നോക്കി എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു ഐഡിയ ഇതിനകത്ത് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഈ പറഞ്ഞ പോലെ ഞാനിക്ക് ഈ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. ഇന്നും ഇവിടുന്ന് ഇറങ്ങി പോകുന്ന പലരും ആളോട് ചോദിക്കും ആർസിബിൽ ഞാൻ ജോയിൻ ചെയ്താൽ എനിക്ക് എന്തായിരിക്കും ഞാൻ ചെയ്യേണ്ടി വരിക. ചില കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ സിമ്പിളായിട്ട് വരുന്നത് മനസ്സിലാക്കാൻ വലിയ പ്രയാസം. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അതൊക്കെ ചെയ്യാൻ നമുക്ക് ഭയങ്കര താല്പര്യം. ഏതെങ്കിലും ഒരു കമ്പനിക്കാരൻ വന്ന് പറയാണ് ഒരു 2 ലക്ഷം രൂപ ഇങ്ങോട്ട് ഇട്ടോ, നിനക്കത് 2 മാസം കൊണ്ട് ഞാൻ ഡബിൾ ആക്കി തരാന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ ക്യൂ നിന്ന് ആളുകൾ കാശ് കൊണ്ടിടും. എന്നാൽ അവിടെ വീട്ടിലേക്ക് വേണ്ട സോപ്പും മുളകും വാങ്ങിയിട്ട് നിങ്ങൾക്ക് ലക്ഷാധിപതി ആവെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്നിന് നമുക്ക് ബുദ്ധി കൂടിയോണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഉള്ള ബുദ്ധി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. ഇന്നും ആർസിഎമ്മിന്റെ ക്ലൂ ചോദിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ആർസിഎമ്മിൽ എന്തിന്, ഞാൻ കഴിഞ്ഞ 20 വർഷത്തോളായിട്ട് ആർസിഎമ്മിലുണ്ട്, മോർ ദാൻ 20 years. അത് തന്നെയാണ് എൻ്റെ ആർസിഎമ്മിന്റെ സക്സസ്. നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ യു ഷുഡ് സെലക്ട് എ റൈറ്റ് കമ്പനി. വേണോ വേണ്ടിയോ? ഇന്ന് ഇന്ത്യയില് ഗവൺമെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് 2.5 ലക്ഷത്തിന് മേലെ കമ്പനികൾ ഇന്ന് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന പേരിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എത്ര കമ്പനികൾ? 2.5 ലക്ഷത്തിൽ കൂടുതൽ. ഗവൺമെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഈ 2.5 ലക്ഷം കമ്പനികളിൽ 8ഓളം കമ്പനികൾ മാത്രമേ ഉള്ളൂ ജെനുവിൻ. അതായത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന 8ഓളം കമ്പനികളെ നമ്മുടെ നാട്ടിലുള്ളൂ. ഇപ്പൊ നമ്മൾ കുറച്ച് നെല്ല് വാരിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിത്ത് വാരി വാങ്ങിയിട്ട് മുറ്റത്തെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞാൽ അതാണോ കൂടുതൽ മുളച്ചു വരിക, കളയാണോ കൂടുതൽ മുളച്ചു വരിക? ഹലോ, ഏതാ കൂടുതൽ മുളച്ചു വരിക? വേഗം കള കൂടുതൽ മുളച്ചു വരും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലേക്ക് ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന സിസ്റ്റം ഇങ്ങോട്ട് കയറി വന്ന് അങ്ങോട്ട് കടച്ചപ്പോ അതല്ല മുളച്ചു വന്നത്, കുറെ കളയാണ് മുളച്ചു. 8 വിത്തേ ഉള്ളൂ, 2.5 ലക്ഷം കളയുന്നു. ഹലോ, പിടുത്തം കിട്ടിയോ? നമ്മൾ പ്രോപ്പർലി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഈ 2.5 ലക്ഷത്തിൽ പോയി കുടുങ്ങും. അങ്ങനെ കുടുങ്ങിയ കുറെ പേരുണ്ട്, അതിൽ കുറെ പേര് ഇതിനുള്ളിലുണ്ട്. എന്റെ കാള് പോയി, എന്റെ കാള പോയി, എന്റെ പോത്ത് പോയി, എന്റെ സ്വർണം പോയി, എന്റെ കാശ് പോയി, എന്റെ പറമ്പ് പോയി, പോയ കഥകൾ പറയാനുണ്ടോ? എങ്ങനെയാണ് ഒരു റൈറ്റ് കമ്പനി ഐഡന്റിഫൈ ചെയ്യുക? 3 തരം കമ്പനികൾ, ഈ 2.5 ലക്ഷം കമ്പനികളിൽ 3 തരം കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 2.5 ലക്ഷം കമ്പനികളിൽ 3 തരം കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എങ്ങോട്ട് ഇറങ്ങിയാൽ ഈ 3 തരം ജനറൽ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒന്നാണ് കമ്പനി ഡ്രിവൺ. ഒരു കമ്പനിയിൽ നമുക്ക് അതിനകത്ത് ഒന്നും മേജറായിട്ട് വർക്ക് ചെയ്യാനൊന്നുമില്ല, അത് കമ്പനി ഡ്രിവണാണ്. രണ്ടാമത്തതൊന്ന് ലീഡേഴ്സ് ഡ്രിവണാണ്, ലീഡേഴ്സ് ഡ്രിവൺ. മൂന്നാമതൊന്ന് പ്രോഡക്റ്റ് ഡ്രിവണാണ്. 3 തരം കമ്പനികളാണ് ജനറലി ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുക ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ. ഡയറക്ട് സെല്ലിംഗ് എന്ന പേരിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഈ കമ്പനി ഡ്രിവൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾക്ക് പരിചയമുള്ള അടുപ്പമുള്ള ആളുകളുടെ കയ്യിലിരിക്കുന്ന കാശ് അടിച്ചു മാറ്റി ആ കമ്പനി കൊണ്ടിട്ടാൽ മാത്രം മതി, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പോക്കറ്റടി പരിചയമുള്ള ആർക്കും ഇത് ചെയ്യാം. ഹലോ, നമ്മുടെ നാട്ടിൽ ആരുടെങ്കിലും കയ്യിൽ കാശുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ അറ്റാക്ക് ചെയ്യാം, അവരുടെ കയ്യിൽ ആളുള്ള കാശ് വിടുക, ഈ കമ്പനി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അവർ പറയും ഞാൻ നിങ്ങൾക്ക് ഇത്ര % ഓഫ് കമ്മീഷൻ തരാം. അത് പല തരത്തിലുണ്ടാവും, അത് പല രൂപത്തിൽ വരും. കോയിൻ രൂപത്തിൽ വരും, ചിലർ പറയും ബിറ്റാന്ന് പറയും, ചിലപ്പോൾ ചിലർ പറയും കോയിനാന്ന് പറയും. ഇതിലൊക്കെ ബിറ്റായി പോയ ആൾക്കാരുണ്ട്. ഹലോ, റൈറ്റ്?
അങ്ങനെയുള്ള കമ്പനികളുണ്ട്. അതിനകത്ത് പോയിട്ടും അതിനകത്ത് നമുക്ക് ഒരു തരത്തിലും ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. അത് കംപ്ലീറ്റ്ലി ഡ്രൈവ് ചെയ്യുന്ന ആരാ? കമ്പനിയാണ് ഡ്രൈവ് ചെയ്യുക. ആ പണം എത്ര ഇരട്ടിപ്പിക്കണമെന്നും എന്താണ് സാർ, ആ കമ്പനിയില് നമ്മൾ ഇടുന്ന കാശ് എത്രയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നും ഇവർക്ക് എത്ര റിട്ടേൺ കൊടുക്കണമെന്നും തീരുമാനിക്കുന്നത് ആരാണ്? കമ്പനിയാണ് തീരുമാനിക്കുന്നത്. നമ്മളെ പണി എന്താ? പോക്കറ്റ്. ആരുടെ കയ്യിലാണോ കാശ് എന്ന് കണ്ടുപിടിക്കുക, അവരുടെ കയ്യിൽ കാശില്ലെങ്കിൽ അവരുടെ കഴുത്തിൽ സ്വർണ്ണമാല ഉണ്ടോ നോക്കുക, അവരുടെ വീട്ടിൽ സ്വർണ്ണം ഉണ്ടോ നോക്കുക, അത് അടിച്ചു മാറ്റാൻ കമ്പനി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിന് നിലനിൽപ്പുണ്ടോ? നമുക്ക് റിസ്ക് ഉണ്ടോ? ഇല്ലേ? നമുക്ക് റിസ്ക് ഉണ്ടോ? നമുക്ക് റിസ്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇടുന്ന കാശ് എന്താവുന്നതിന് ഒരു ഉറപ്പുമില്ല. ദാറ്റ് ഈസ് കമ്പനി ഡ്രിവൺ. രണ്ടാമത്തതാണ് അതിനെക്കാട്ടും വലിയ രസം. ഇതാണ് ലീഡർഷിപ്പ് ഡ്രിവൺ. ഇത് ആ കമ്പനിയിലുള്ള ലീഡർമാരാണ് തീരുമാനിക്കുക ആ കമ്പനി എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന്. ആ കമ്പനിയിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ AC ഓഡിറ്റോറിയം ഒക്കെ ആയിരിക്കും. പക്ഷെ അതിന്റെ ലീഡർ വന്ന് ഇറങ്ങുന്ന കാർ ബെൻസോ, ഓഡിയോ, അതിലേതെങ്കിലും ഒരു എന്താ പറയാ, ഒരു ഹൈ എൻഡ് ലക്ഷറിയസ് കാർ ആയിരിക്കും. അദ്ദേഹം വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു കാർപ്പറ്റ് അവിടെ വിരിച്ച് അതിൽ കൂടി ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ കമ്പനിനെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ചെക്ക് പറയും. ഞാൻ കഴിഞ്ഞ 2 വർഷമായി ഈ കമ്പനിയിൽ, എന്റെ കഴിഞ്ഞ മാസത്തെ വരുമാനം 5 ലക്ഷം. അപ്പൊ അവിടെ 4 വർഷമായിട്ട് RCBിലുള്ള ഒരാള് അവിടെ ഇരുന്ന് ആലോചിക്കുക, ഞാൻ 4 വർഷമായി RCBിൽ, എന്റെ കഴിഞ്ഞ മാസം വന്ന് 30 രൂപയാണ്. ഹലോ, ചിന്തിക്കില്ലയോ? അതോടുകൂടി അദ്ദേഹത്തിന് മനസ്സിലായി കാശ് വേണമെന്നുണ്ടെങ്കിൽ കമ്പനിയെ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ 2 വർഷം ജോയിൻ ചെയ്തത്, 2ാമത്തെ വർഷത്തെ അദ്ദേഹത്തിന്റെ മാസ വരുമാനം 5 ലക്ഷത്തിലെത്തി. ഞാനിനിയും 30 രൂപയ്ക്ക് 4 വർഷം കൊണ്ട് വാങ്ങി 5 ലക്ഷത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും എന്റെ 4 തലമുറ കഴിയും. അതിനേക്കാളും ബെറ്റർ എന്താ? എത്രയും പെട്ടെന്ന് ആസ്യം വിടുക, ആ കമ്പനിയിലേക്ക് പോയി ചാടി കയറുക. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയില്ല, ആ 5 ലക്ഷത്തിന്റെ ചെക്ക് കമ്പനിക്കാര് അയാൾക്ക് സ്റ്റേജിൽ കാണിക്കാൻ വേണ്ടി പ്രിന്റ് ചെയ്ത് കൊടുത്തതാണ്. അത് ആക്ച്വലി വാങ്ങിയതൊന്നും ആയിരിക്കില്ല. അത് മാത്രമായിരിക്കില്ല, ചിലപ്പോ ആ ചെക്കോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ആ കമ്പനിയിലെ വളർച്ചയൊക്കെ നിന്നിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഈ ലീഡർമാർക്ക് മെല്ലെ മെല്ലെ അദ്ദേഹത്തിന്റെ ആ കമ്പനിയിലെ ഗ്രോത്ത് തീർന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ മെല്ലെ മാറി അടുത്ത കമ്പനിയിൽ കയറും. അവിടെ പോയി ബാർഗൈൻ ചെയ്യുന്നു, ആ കമ്പനിയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നു, പുതിയ ഡീല് സംഘടിപ്പിക്കുന്നു, പുതിയ ചെക്ക് വാങ്ങുന്നു. പിന്നീട് അദ്ദേഹം സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുക ഒരു പുതിയ കമ്പനിയായിട്ട്. ഈ ലീഡർമാരെ ഫോളോ ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ടാവും. ആ പഴയ കമ്പനിയിൽ വന്ന് കയറിയ ആൾക്കാരെല്ലാം ഈ ലീഡർമാരുടെ പുറകെ പോകും. അതോടുകൂടി മറ്റേ കമ്പനി കൊളാപ്സ് ആവും. അങ്ങനെ 90% കമ്പനികളും 95% കമ്പനികളും ആദ്യത്തെ 2, 3, 4, 5 വർഷം കൊണ്ട് കൊളാവും. ഇങ്ങനത്തെ കമ്പനികളാണ് ഈ 2.5 ലക്ഷം നമ്മളെ ചുറ്റുവട്ടത്തിൽ. നിങ്ങളിവിടെ RCBിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പോയി മീറ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ കമ്പനിക്കാരായിരിക്കാം. നമ്മൾ RCBിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ കമ്പനിയിലേക്ക് പിടിച്ചു വലിക്കും. ഈ 2 കമ്പനിയുടെയും പ്രധാന ഉദ്ദേശം എന്തായിരിക്കും? ആദ്യത്തെ 2 കമ്പനികളുടെയും പ്രധാന ഉദ്ദേശം എന്തായിരിക്കും? ആദ്യത്തെ കമ്പനിയുടെ ഉദ്ദേശം ആ കമ്പനിയുടെ വളർച്ച. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കമ്പനിയുടെ ഉദ്ദേശം ആ ലീഡർമാരുടെ വളർച്ച. ഹലോ, ആദ്യത്തെ കമ്പനിയുടെ ഉദ്ദേശം എന്താണ്? കമ്പനിയുടെ വളർച്ച, നമ്മുടെ വളർച്ചയല്ല. രണ്ടാമത്തെ കമ്പനിയുടെ ഉദ്ദേശം ആ ലീഡർമാർ ആരാണോ 5 ലക്ഷം കാണിച്ചത് ആ ലീഡർമാരുടെ വളർച്ച. അവർക്ക് വളർച്ച കിട്ടിയില്ലെങ്കിൽ അവരിട്ടിട്ട് പോകും. അതേസമയം പ്രോഡക്റ്റ് ഡ്രിവൺ കമ്പനീസ്, RCM പോലത്തെ കമ്പനികൾ ഇവിടെ കമ്പനി ഓറിയന്റഡ് അല്ല. എന്റെ ഇൻകം എത്ര എനിക്ക് ഈ മാസം വേണമെന്നുള്ളത് ഞാനാ തീരുമാനിക്കും. ഞാൻ ഇന്ന് എത്ര PV ചെയ്യണം, ഈ മാസം എത്ര PV ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കാം. കമ്പനിക്ക് ആകപ്പാട് ചെയ്യാനുള്ളത്
നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ അവൈലബിൾ ആക്കുക എന്നുള്ളത് മാത്രം. ഹലോ, ഇവിടെ ലീഡർമാർക്ക് വലിയ എന്താണ് കോൺട്രിബ്യൂഷൻ ഇല്ല, കമ്പനിക്കും വലിയ കോൺട്രിബ്യൂഷൻ ഇല്ല. ഇവിടെ പ്രോഡക്റ്റ് ആണ് ഇവിടുത്തെ രാജാവ്. പ്രോഡക്റ്റ് ഈസ് ദ കിങ്. അങ്ങനെയുള്ള കമ്പനികളുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ പ്രോഡക്റ്റ് രാജാവായതുകൊണ്ട് ഈ കമ്പനിയിൽ തുടർച്ചയായിട്ട് റീപർച്ചേസ് നടക്കും. റീപർച്ചേസ്, വാങ്ങിയ ആൾക്കാർ തുടരെ വാങ്ങുന്നു. അതിനുവേണ്ടി കമ്പനി 3 തരത്തിലുള്ള റീപർച്ചേസ് പ്ലാൻ നമുക്ക് തന്നിട്ടുണ്ട്. 1500, 2500, 5000, അങ്ങനെ 3 റീപർച്ചേസ് പ്ലാൻ. PV, റീപർച്ചേസ് PV പ്ലാൻ. റീപർച്ചേസ് അതായത് വാങ്ങിയ ആൾക്കാർ വീണ്ടും വാങ്ങുന്നു. അങ്ങനെ വീണ്ടും വാങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു റീപർച്ചേസ് പ്ലാൻ. ഇത് പ്രോഡക്റ്റ് ഡ്രിവൺ കമ്പനികൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ പ്രോഡക്റ്റ് ഡ്രിവൺ കമ്പനികളുടെ പ്രോഡക്റ്റുകൾ നമുക്ക് വാങ്ങാൻ പറ്റുന്ന പ്രോഡക്റ്റുകളായിരിക്കണം. ആസിമിന്റെ പ്രോഡക്റ്റുകൾ വാങ്ങാൻ പറ്റുന്നതാണോ? യെസ് ഓർ നോ? തുടർച്ചയായിട്ട് വാങ്ങാമോ? ഈ മാസം വാങ്ങിയത് അടുത്ത മാസം വാങ്ങുമോ? എന്തുകൊണ്ട് വാങ്ങും? നല്ല പ്രോഡക്റ്റ് ആണ്, വില കുറവാണ്. അങ്ങനെ തുടർച്ചയായിട്ട് വാങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താ? നമുക്ക് 6 മാസം കഴിഞ്ഞാൽ എത്രയാണോ നമ്മൾ വാങ്ങുന്നത് ആ PVക്ക് ആനുപാതികമായിട്ടുള്ള ഫ്രീ പ്രോഡക്റ്റുകളും കൂടി നമുക്ക് കിട്ടുന്നു. നല്ല ഉൽപ്പന്നം കിട്ടി, വിലക്കുറവിൽ കിട്ടി, ഡിസ്കൗണ്ട് കിട്ടി, ഫ്രീ പ്രോഡക്റ്റ് കിട്ടി. അതാണ് റീപർച്ചേസ്. അതാണ് പ്രോഡക്റ്റ് ഡ്രിവൺ കമ്പനികളുടെ പ്രത്യേകത. ആർസിഎമ്മിലുള്ള ഏത് ലീഡർമാരെ നിങ്ങൾ എടുത്തോളൂ, ആർസിഎമ്മിലുള്ള ഏത് ലീഡർമാരെ എടുത്തോളൂ, അവരുടെ ബിസിനസിന്റെ 90% വിൽ ബി റീപർച്ചേസ്. ആണല്ലോ? ആണല്ലോ? ഇവിടെ കുറച്ച് കാലമായിട്ട് ആർസിഎമ്മിൽ ഒരു 2-3 വർഷമായിട്ട് ആർസിഎമ്മിൽ പ്രവർത്തിക്കുന്ന ആരാണ്? ഒരു 2-3 years ആയിട്ട് ആർസിഎമ്മിൽ പ്രവർത്തിക്കുന്നു. ഞാൻ സുരാജ് സാറിനോട് ചോദിക്കാം. സുരാജ് സാറിന്റെ ടേൺ ഓവർ ഒരു 70-80% എന്താ നടക്കുന്നത്? ജോയിനിങ് ആണോ അതോ പർച്ചേസ് ആണോ? പർച്ചേസ് ആണ്. അപ്രോക്സിമേറ്റ്ലി എത്ര ടേൺ ഓവർ നടക്കുന്നത്? 30-40 lakhs മന്ത്ലി. മന്ത്ലി 1.5 crore PV. ഹലോ, 1.5 crores PV എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 4-4.5 കോടി. ഞാൻ സുരാജ് സാറിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു 10-40 ലക്ഷം കാണുമായിരിക്കുന്നു. റൈറ്റ്? 1.5 കോടി PVയിൽ 4 കോടിയാണ് അപ്രോക്സിമേറ്റ്ലി DP പർച്ചേസ്. അതിന്റെ എത്ര കോടി റീപർച്ചേസ് ഉണ്ടാവും? 3.5 crores, 3.5 കോടിയോളം. ഇത് ഒറ്റപ്പെട്ടതല്ല, ആരോട് വേണം ചോദിച്ചോളൂ. ആർസിഎമ്മിൽ കുറച്ച് കാലമായിട്ട് പ്രവർത്തിക്കുന്ന ആരോട് ചോദിച്ചാലും അവരുടെ എല്ലാം ഉത്തരം ഇതായിരിക്കും. ഒരു 70-80-90% PV ഈസ് റീപർച്ചേസ്. പക്ഷെ ആദ്യത്തെ ആ 2 കമ്പനികൾ ഉണ്ടല്ലോ, കമ്പനി ഡ്രിവൺ ആൻഡ് ലീഡേഴ്സ് ഡ്രിവൺ, അതിനകത്ത് റീപർച്ചേസിനൊന്നുമില്ല, കാര്യമില്ല. ആ കമ്പനികളിൽ പോയി കുടുങ്ങിക്കഴിഞ്ഞതിന് ശേഷമേ അറിയുള്ളൂ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മള് മോട്ടിവേഷനിലാണ് ആ കമ്പനികളിൽ പോയിട്ട് കാശിടുന്നതും ആ കമ്പനികളിൽ ജോയിൻ ചെയ്യുന്നതും. അങ്ങനെ ജോയിൻ ചെയ്ത് കാശിട്ട് 1-2-3 ലക്ഷത്തിന്റെയൊക്കെ സാധനങ്ങൾ വാങ്ങി കട്ടിലിന്റെ അടിയിൽ കൂട്ടിയിട്ട ആൾക്കാരുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ തടി കുറയും, അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് പിന്നെ രോഗമൊന്നും വരുന്നില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കേട്ടിട്ട് ഇതേപോലെ 2-3-5 ലക്ഷത്തിനൊക്കെ സാധനം വാങ്ങി കട്ടിലടി കൂട്ടിയിട്ട് എത്ര പേരുണ്ട്. ആ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ കുടിച്ചത് ഇറക്കണോ തുപ്പണോ എന്ന് പോലും മനസ്സിലാവുന്നില്ല. കാരണം ഒരു ജ്യൂസ് ബോട്ടിലിന് 1 ലിറ്ററിന് 3000-4000 രൂപയാണ്. അത് കുടിച്ചാൽ തീർന്നു പോകും. കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് വായിലേക്ക് ടേസ്റ്റ് ചെയ്ത് അതിനകത്തേക്ക് തന്നെ കുപ്പി വെക്കേണ്ടി വരും. ടൂത്ത് പേസ്റ്റിന് 300-400 രൂപയാണ് വില. അപ്പൊ ടൂത്ത് പേസ്റ്റ് അവിടെ വാങ്ങി വെച്ചിട്ട് 300 രൂപയുടെ ടൂത്ത് പേസ്റ്റ് ആര് തേക്കാനാ? അവർ തേക്കുന്നത് ആർസിഎമ്മിന്റെ പേസ്റ്റാണ്. തമാശ പറയല്ല. എനിക്ക് പരിചയമുള്ള പല നെറ്റ്വർക്ക് ലീഡേഴ്സും ഉണ്ട്. പല നെറ്റ്വർക്കിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. പക്ഷെ സാധനങ്ങൾ ആർസിഎമ്മിന്റെ വാങ്ങുന്നത്. ഹലോ, സാധനങ്ങൾ ആർസിഎമ്മിന്റെ വാങ്ങുന്നത്. അവരാ നെറ്റ്വർക്കിൽ കാശ് ഉണ്ടാവാൻ വേണ്ടി നടക്കുക. അവിടെ കാശ് വരുമോ? കാശ് വരുന്നൊന്നുമില്ല, വരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അങ്ങനെ പോവാം. അപ്പൊ നമ്മളെപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റ് ഡ്രിവൺ ബിസിനസ്സിലേക്ക് കൈവയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്.
കാശ് പോകണ്ടെങ്കിൽ, വളർച്ച വേണമെങ്കിൽ, ലോങ് ടേം ആയിട്ട് വർക്കണമെങ്കിൽ, ഇതെല്ലാം ഷോർട്ട് ടേം ബിസിനസ് ആണ്. പ്രോഡക്റ്റ് ഡ്രിവൺ കമ്പനീസ് നിങ്ങൾ ലോകം മുഴുവൻ, ലോകം ഇന്ത്യയിലെ കാര്യമല്ല പറയുന്നത്, ലോകത്തിലെ പ്രോഡക്റ്റ് ഡ്രിവൺ കമ്പനികളൊക്കെ ലോങ് ടേം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 60 years, 70 years, 80 years ആയിട്ട് പ്രോഡക്റ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനി ലോകമെമ്പാടും നടക്കുന്നുണ്ട്. ആ കമ്പനികളുടെ പ്രവർത്തന രീതിയും ആ കമ്പനികളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, റൂൾസ്, റെഗുലേഷൻസ് നോക്കിയിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് നമുക്ക് 2016 നമുക്കൊരു ഗൈഡ് ലൈൻസ് ഡയറക്ട് സെല്ലിംഗിന് ഇഷ്യൂ ചെയ്തത്. 2016 നമുക്ക് ഡയറക്ട് സെല്ലിംഗിന്റെ ഗൈഡ് ലൈൻസ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തത്. ഏത് കമ്പനികളെ നോക്കിയിട്ട്? പ്രോഡക്റ്റ് ഡ്രിവൺ, പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ലോകമെമ്പാടും കഴിഞ്ഞ 10, 80 വർഷം, 90 വർഷമായിട്ട്, 100 വർഷമായിട്ട് നടക്കുന്ന വലിയ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ പ്രവർത്തന രീതി പഠിച്ചിട്ടാണ് ഇന്ത്യയിൽ 2016 നമുക്ക് ഗൈഡ് ലൈൻസ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നത്. 2016 ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് കൊണ്ടുവരുന്നത്. ആർസിഎം എപ്പോഴാണ് തുടങ്ങിയത്? ആർസിഎം 2000 ആരംഭിച്ചു. 2000 ആർസിഎം ആരംഭിച്ച് 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഗവൺമെന്റ് കാര്യങ്ങൾ പഠിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 16 വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെന്റ് ഇതിനെ പഠിച്ച് മനസ്സിലാക്കുന്നതിനേക്കാട്ടിലും 16 വർഷങ്ങൾക്ക് മുമ്പ് ആർസിഎമ്മിന്റെ ചെയർമാൻ, ഡയറക്ടർ TC ചബ്രാജി കാര്യങ്ങൾ മനസ്സിലാക്കി ജെനുവൻ ആയിട്ടുള്ള ഒരു കമ്പനി ലോഞ്ച് ചെയ്തു. ആ കമ്പനിയുടെ പേരാണ് ആർസിഎം ബിസിനസ്. എന്താണ് ആർസിഎം ബിസിനസ്? അതുകൊണ്ട് നമ്മൾ ആർസിഎമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ പറയും ജയ് ആർസിഎം. ഒന്നിച്ച് നമുക്കൊന്ന് പറഞ്ഞാലോ? നമ്മൾ ജയ് ആർസിഎം എന്ന് പറയാൻ കാരണം വളരെ വളരെ കാലങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തിന് മനസ്സിലായി വരും കാലങ്ങളിൽ ഗവൺമെന്റ് ഇതിന് പോളിസി കൊണ്ടുവരും, ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കും, കുറെ ആളുകൾക്ക് ഇതുകൊണ്ട് ഗുണം കിട്ടും എന്ന് മനസ്സിലാക്കി ഗവൺമെന്റ് നിർദ്ദേശിക്കാൻ പോകുന്ന ഗൈഡ് ലൈൻസിനെ നേരത്തെ കൂട്ടി മനസ്സിലാക്കി വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു കമ്പനി അദ്ദേഹം ലോഞ്ച് ചെയ്തു. ഇന്ന് ആർസിഎം 26 വർഷങ്ങൾ പിന്നിട്ടു. എത്ര വർഷം? 26 വർഷം. നമ്മൾ ഈ കാണുന്ന കമ്പനി ഡ്രിവൺ, ലീഡേഴ്സ് ഡ്രിവൺ, ഈ കമ്പനികളൊക്കെ ഒരു 1, 2, 3, 4, 5 വർഷം അത്രയുള്ള അതിന്റെ കായ്സ്. ഇതൊക്കെ ഇങ്ങനെ വരും, ഇങ്ങനെ പോകും. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, പോയിക്കൊണ്ടേയിരിക്കും. ഇവര് ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി ആരെയാണ് എന്ന് ചോദിച്ചാൽ, കുറച്ച് പണത്തിനോട് ഗ്രീഡി, അത്യാവശ്യമുള്ള ആളുകളെയാണ് ഇവർ കയറി പിടിക്കുക. ആരെ പിടിക്കുക? പണത്തിന് കുറച്ച് അത്യാവശ്യമുള്ള ആളുകൾ, വേഗം കാശ് ഉണ്ടാക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന ആളുകളെ ഇവർ കയറി പിടിക്കും. ജെന്യുവിൻ ആയിട്ടുള്ള ആളുകളെ നമുക്ക് കിട്ടൂല. ഞങ്ങളെയൊക്കെ പിടിക്കാൻ പലപ്പോഴും ശ്രമിച്ചു, കിട്ടിയില്ല. അജിതൻ സാറിനെയൊക്കെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? ഇന്ന് പിടികൊടുത്തില്ല. പക്ഷെ അങ്ങനെ പിടികൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ തിരിച്ചു വന്നു. നമ്മൾ പിടികൊടുത്താൽ കമ്പനിക്ക് നഷ്ടമല്ല കേട്ടോ, കമ്പനിക്കാർ കാശുണ്ടാക്കും. സമയം നമ്മളത് പോകും. ഹലോ, സമയം നമ്മളത് പോകും. ഡിസ്ട്രാക്ഷൻ ആണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിലെ നഷ്ടമുണ്ടാക്കുന്ന ഏറ്റവും വലിയ വിപത്ത്. ഡിസ്ട്രാക്ഷൻ. നമ്മുടെ മനസ്സിനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയാൽ, ഒരു കാര്യത്തിന് നമ്മൾ ലക്ഷ്യമിട്ടിട്ട് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ആരുടെ എന്ത് തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാലും ആ ലക്ഷ്യത്തിന് വേണ്ടി നമുക്ക് പോരാടാൻ സാധിച്ചാൽ നമുക്ക് സമയം സേവ് ചെയ്യാം. യെസ് ഓർ നോ? അല്ലെ? ഒരു വഴി നമുക്ക് കാണിച്ചു തരികയാണ്. ഒരു ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു വഴി കാണിച്ചു തരാൻ, ഞാൻ ആ വഴി ഫോളോ ചെയ്യാണ്ട് എന്റെ തോന്നിയ വഴിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടം ആണോ അല്ലയോ എന്ന് പറഞ്ഞ പോലെ, നമുക്ക് ആർസിഎം എന്ന് പറയുന്ന ഒരു റൈറ്റ് കമ്പനിയാണ്, ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്. ലോകമെമ്പാടും ഇങ്ങനത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളാണ് നടക്കുന്നത്. 10, 80, 100 വർഷം പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് ലോകമെമ്പാടും ഡയറക്ട് സെല്ലിംഗിന് ഹിസ്റ്ററി ഉണ്ട്, സക്സസ് ഹിസ്റ്ററീസ് ഉണ്ട്. അത് പഠിച്ചിട്ടാണ് ഗവൺമെന്റ് ഇത് കൊണ്ടുവന്നത് മനസ്സിലാക്കിയാൽ, ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും നമ്മൾ എല്ലാവരും കൂടി എടുക്കേണ്ട ഏകഖണ്ഡേന എടുക്കേണ്ട ഒരു തീരുമാനം എന്താന്ന് ചോദിച്ചാൽ, എന്നെ ആർക്കും ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഐ വിൽ ബി ഫോക്കസ്ഡ്.
ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കും എന്ന് ഇന്നൊരു തീരുമാനം എടുക്കാൻ പറ്റിയാൽ അടുത്ത 2 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറും. അജയൻ സാറ് കൊണ്ടു നടക്കുന്ന വലിയൊരു കാറ് നമ്മുടെ വീട്ടിന്റെ മുന്നിൽ നിർത്താം. അതല്ലെങ്കിൽ ആ കമ്പനിക്കാരൻ അയാളുടെ വീട്ടിന്റെ മുന്നിൽ നിർത്തും. കാർ എന്തായാലും വരും. അത് നമ്മുടെ വീടിന്റെ മുന്നിലാണെങ്കിൽ നമ്മൾ തീരുമാനം എടുക്കണം. വേണോ വേണ്ടിയോ? തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഞാനൊരു റൈറ്റ് കമ്പനി തീരുമാനിച്ചു. RCM ഒരു റൈറ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഞാൻ നോക്കേണ്ടത് റൈറ്റ് പീപ്പിൾ ആണ്. ശരിയായ ആളുകളുടെ കൂടിയായിരിക്കണം എന്റെ പ്രവർത്തനം. വേണോ വേണ്ടിയോ? വേണം. ശരിയായ ആളുകളെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കതിനൊരു മാനദണ്ഡം വെച്ചാൽ ഒന്ന് കാപ്പബിലിറ്റി എന്നാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തത് കമ്മിറ്റ്മെന്റ് ആണ് എന്ന് വിചാരിച്ചാൽ, കാപ്പബിലിറ്റിയും കമ്മിറ്റ്മെന്റും. ചില ആളുകൾക്ക് ഭയങ്കര കഴിവുണ്ടാവും, പക്ഷെ എന്തില്ല? കമ്മിറ്റ്മെന്റ് ഇല്ല. അതായത് RCM നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ 1500 PV എല്ലാ മാസവും മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെ 2500 PV മെയിൻറ്റെയിൻ ചെയ്യണം. ചില ആളുകൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. നിങ്ങളുടെ പേഴ്സണൽ ഡിസ്ട്രിബ്യൂട്ടർ നമ്പർ ഓർത്തിരിക്കണം എന്ന് പറയും. ചില ആളുകൾക്ക് സ്വന്തം ഡിസ്ട്രിബ്യൂട്ടർ നമ്പർ ഓർമ്മ ഉണ്ടാവില്ല, ചിലപ്പോൾ പാസ്വേഡ് പോലും ഓർമ്മ ഉണ്ടാവില്ല. ലീഡർമാരെ വിളിച്ച് ചോദിക്കുക ചെയ്യുക, എന്റെ നമ്പർ എത്രയാ, എന്റെ പാസ്വേഡ് എത്രയാ? അപ്പൊ അതിന് കമ്മിറ്റ്മെന്റ് ഉണ്ടോ? കമ്മിറ്റ്മെന്റ് ഇല്ല. അപ്പോ ഒരാൾക്ക് കാപ്പബിലിറ്റി ഉണ്ട്, പക്ഷെ കമ്മിറ്റ്മെന്റ് ഇല്ല. അല്ല, ചില ആളുകൾക്ക് കാപ്പബിലിറ്റി ഉണ്ടാവില്ല, പക്ഷെ കമ്മിറ്റ്മെന്റ് ഉണ്ട്. ചില ആളുകൾക്ക് ഇത് രണ്ടും ഉണ്ടാവും. എങ്ങനെ വേണോ? ഇതിൽ ആരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക? കഴിവുമുണ്ട്, കമ്മിറ്റ്മെന്റും ഉണ്ട്. ഇയാൾക്ക് കഴിവുണ്ട്, നമ്മൾ പറയുന്ന അല്ലെങ്കിൽ കമ്പനി പറയുന്ന സിസ്റ്റം ഫോളോ ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാനിനെയും കാണാം, മീനിനെയും കാണാൻ പറ്റൂലേ? നമുക്ക് മാനിനെയും കാണാം, നമുക്ക് മീനിനെയും കാണാം. മാന് ഭൂമിയിൽ കൂടി ഓടുന്നതാണ്, മീന് വെള്ളത്തിൽ നീന്തുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിൽ, നമുക്ക് ശരിയായിട്ട് പ്രോപ്പറായിട്ട് ആളുകളെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ മാനിനെ എടുത്ത് വെള്ളത്തിലിടും, മീനിനെ എടുത്ത് കരയിലും റോട്ടിൽ വലിച്ചെറിയും. മീൻ റോട്ടിൽ കിടന്ന് ചാവും, മാൻ വെള്ളത്തിൽ കിടന്ന് ചാവും. നമ്മുടെ ടീം മുന്നോട്ട് പോവോ? അപ്പൊ നമ്മുടെ ടീമിന് നമ്മുടെ കൂടെ വരുന്ന ആളുകളുടെ കഴിവ് മനസ്സിലാക്കിയിട്ട് അവരെ പ്രോപ്പർലി നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് നല്ല ടീം ബിൽഡ് ചെയ്യാൻ പറ്റും. പലരും നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ടീമിൽ വന്നിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കഴിവ് മനസ്സിലാക്കിയാൽ മതി. അപ്പോ റൈറ്റ് ആയിട്ടുള്ള കമ്പനി ഐഡന്റിഫൈ ചെയ്യുക, റൈറ്റ് ആയിട്ടുള്ള ആളുകളെയും ഐഡന്റിഫൈ ചെയ്യുന്നത് RCMന്റെ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് ശരിയായ ആൾക്കാർ, ഏതാണ് ശരിയായ കമ്പനി, രണ്ടും മനസ്സിലാക്കണം. ഇനി വരുന്ന കാലങ്ങളിൽ ധാരാളം കമ്പനികൾ ഇനിയും വരും. നിങ്ങൾ RCMൽ പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയത്ത് പലരും നിങ്ങളുടെ അയൽപക്കത്തുള്ള ആളുകൾ, നിങ്ങൾ പോയി ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾക്ക് പരിചയമുള്ള ആളുകൾ പലരും നമ്മളോട് ഫോണിൽ നേരിട്ട് പല വിധത്തിലും നമ്മളെ ആ കമ്പനികളിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ആ കമ്പനി നമുക്ക് പ്രൊഡക്റ്റ് എന്താണ്, അതൊരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണോ, നമുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് അനലൈസ് ചെയ്തിട്ട് വേണം ഏതെങ്കിലും ഒന്നിലേക്ക് എടുത്ത് ചാടാൻ. സപ്പോസ് എടുത്ത് ചാടി അത് പ്രവർത്തിക്കാൻ പറ്റാത്തതാണ്, നമുക്ക് യൂസ്ലെസ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ യു വിൽ ബി സിംപ്ലി വേസ്റ്റിംഗ് യുവർ ടൈം. ശരിയായ കമ്പനിയാണ് എന്ന് പൂർണ്ണ ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ എയർഫോഴ്സ് ഒക്കെ വിട്ട് RCMലേക്ക് ഇറങ്ങിയത്. ഇന്ന് എൻ്റെ മകൻ എൻ്റെ കൂടെ RCMലുണ്ട്. അവൻ 2-2.5 ലക്ഷത്തിന് മേലെ മാസ ശമ്പളം വാങ്ങുന്നതായിരുന്നു. ഡൽഹിയിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ്. അതൊക്കെ റിസൈൻ ചെയ്യിപ്പിച്ചിട്ട് ഇന്ന് ഞാൻ RCMലേക്ക് ഇറക്കി. ഇന്ന് മാസം ഉപ്പും മുളകും ഒക്കെ വിറ്റാൽ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകും.
ഹലോ, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ വേണമെങ്കിൽ ആർസിഎമ്മിലേക്ക് ഇറക്കാം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അവർ ദുബായിലേക്കൊക്കെ പറഞ്ഞു. ഇന്ന് നമ്മുടെ നാട്ടിലെ പല കുടുംബങ്ങളിലും കുട്ടികളൊന്നുമില്ല. കുട്ടികളൊക്കെ എവിടേക്കോ ആണ്. മാതാപിതാക്കന്മാർ മാത്രമേ വീട്ടിലുള്ളൂ. കുട്ടികൾ എവിടെയാന്ന് ചോദിച്ചാൽ ഹസ്ബൻഡ് ചിലപ്പോൾ ദുബായിലായിരിക്കും, മക്കൾ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, സൗദിയിലോ എവിടെയെങ്കിലും ഒക്കെ പണിയെടുക്കുകയാണ്. ആരും നാട്ടിലില്ല. കുട്ടികൾ 4, 5 ഒക്കെ ഉണ്ടാവും. ആരും നാട്ടിലില്ല. എല്ലാവരും നാട്ടിന്റെ പുറത്താണ്. വീട്ടിൽ കുറെ പ്രായമുള്ള 2 പേരുണ്ടാവും. നമ്മളെ കുട്ടികളെ നമ്മുടെ കൂട്ടത്തിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ഇതേപോലത്തെ നമുക്ക് ജീവിതത്തിൽ വളരാൻ ചാൻസ് തരുന്ന ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേണോ വേണ്ടിയോ? മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ നാടുകളിലേക്ക് അവരെ പറഞ്ഞു കൊടുക്കും. നിങ്ങളൊരു കാര്യത്തിന് ഉത്തരം പറയൂ. വളരുന്ന ഡെവലപ്പിംഗ് കൺട്രീസിലാണോ നമുക്ക് വളരാൻ ചാൻസ് കൂടുതൽ, അതോ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലാണോ നമുക്ക് വളരാൻ ചാൻസ് കൂടുതൽ? ഡെവലപ്പിംഗ് കൺട്രീസിലാണ് നമുക്ക് വളരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ നമ്മുടെ കൺട്രി എന്താ? ഈ അമേരിക്കയും ഈ സൗദി ഇതൊക്കെയോ അതൊക്കെ ഡെവലപ്ഡ് കൺട്രീസ് ആണ്. അപ്പൊ ഡെവലപ്ഡ് കൺട്രീസിൽ വളരാൻ സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ പറഞ്ഞു വിടുന്നത്? എന്തിനാണ് അവിടെ പോകുന്നത്? ഡെവലപ്പിംഗ് കൺട്രീസിലാണ് വളരാൻ സാധ്യത കൂടുതലുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രി അല്ലേ? അപ്പൊ ഇവിടെയാണ് സാധ്യത കൂടുതൽ. അപ്പൊ ഇവിടുത്തെ സാധ്യതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഡെവലപ്ഡ് കൺട്രീസിലേക്ക് കുട്ടികളെ പഠിക്കാനൊക്കെ പറഞ്ഞു വിടുന്നത്. USA-ലും ഫ്രാൻസിലും അമേരിക്കയിലും അവിടെയൊക്കെ ആ കുട്ടികളെ നമ്മൾ പറഞ്ഞു വിടുന്നത്. നമ്മൾ തന്നെ ജോലിക്ക് പോകുന്നതിന് കാരണം നമ്മൾ ഇവിടുത്തെ പോസിബിലിറ്റീസ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ആർസിഎം നമ്മുടെ കൺട്രിയിലെ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസിബിലിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗിൽ. അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഡയറക്ട് സെല്ലിംഗിനെ പറ്റി പറഞ്ഞു. 21st സെഞ്ചുറി ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഡയറക്ട് സെല്ലിംഗ്. അദ്ദേഹം അതിലൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്ക് നിങ്ങൾക്ക് വായിക്കാം. ഡയറക്ട് സെല്ലിംഗ് അത്രയ്ക്ക് വലിയ പോസിബിലിറ്റിയാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ആർക്കും തുടങ്ങാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ആർസിഎം ബിസിനസ്സിൽ എത്ര രൂപ അടയ്ക്കണം? എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം? 2000 രൂപ അടയ്ക്കണം? വേണ്ട. 1 രൂപ പോലും നിങ്ങൾ ആരും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 2000 രൂപയുടെ പർച്ചേസ് ആണ്. അത് കമ്പനിയിൽ നിർദ്ദേശിച്ചിരിക്കുകയാണ്. 2000 രൂപയുടെ സാധനം വാങ്ങും. കാരണം വീട്ടിലെന്തെങ്കിലും വാങ്ങണ്ടേ? ആർസിഎമ്മിലുള്ള പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലാവട്ടെ. 4000 പ്രോഡക്റ്റ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് 2000 രൂപയുടെ പ്രോഡക്റ്റ് ആകുമ്പോൾ 5 10 പ്രോഡക്റ്റ് എങ്കിലും വീട്ടിൽ വരും. ചായപ്പൊടി പേസ്റ്റും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കും. അതിന് വേണ്ടിയിട്ട് കമ്പനി നിർദ്ദേശിക്കുന്നതാണ് ഒരു 2000 രൂപയുടെ സാധനം വാങ്ങും. അത് നിർദ്ദേശിക്കാൻ നമ്മൾ അതുപോലെ വാങ്ങൂല. നമ്മൾ 10, 200, 300, 500 രൂപയുടെ സാധനം തൽക്കാലം എന്താണ് ഒന്നും വാങ്ങാതിരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങും. പക്ഷേ കമ്പനി 2000 നിർദ്ദേശിച്ചുകൊണ്ട് അറ്റ്ലീസ്റ്റ് 2000 സാധനം വാങ്ങും. അത് വാങ്ങിയാൽ മാത്രമേ നമുക്ക് ആർസിഎമ്മിന്റെ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. ഒരു 2 പേരോട് പറയണമെങ്കിൽ ആ എക്സ്പീരിയൻസ് വേണ്ടേ? അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റണം. ശരിയായ സമയത്ത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയാൽ വരും കാലങ്ങളിൽ നമുക്ക് വരുന്ന നഷ്ടങ്ങളെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ചില ആളുകളൊക്കെ ജീവിതത്തിൽ അങ്ങനെ ജീവിച്ച് പോയി കുറേ പ്രായം എത്തിയതിന് ശേഷമാണ് പല കാര്യങ്ങളും ആലോചിക്കുക. ചെയ്യാമായിരുന്നു. അങ്ങനെ ആളുകളെ ആരും കണ്ടിട്ടുണ്ടോ? കുറേ കാലത്തിന് ശേഷം കുട്ടികളൊക്കെ വലുതായി എങ്ങനെയൊക്കെയോ ജീവിതം ഉന്തി തള്ളി മുട്ടി അങ്ങനെ പോയി. എങ്ങനെയൊക്കെയോ ഒരു വീട് തട്ടിമുട്ടി കൂട്ടി, എങ്ങനെയോ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചു, എങ്ങനെയൊക്കെയോ ജീവിച്ച് കടത്തില് അങ്ങനെ കരകയറി പോകുന്ന ആൾക്കാരുണ്ട്. 10, 20, 90 വയസ്സൊക്കെ ആവുന്ന സമയത്തായിരിക്കും ചിലപ്പം ഒരു ബോധോദയം വരുന്നത്. നമുക്ക് നമ്മളുടെ ശരിയായ സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് ഈ വിപത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടുമോ? ഹലോ, ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടുമോ? ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇന്ന് നമ്മുടെ കയ്യിൽ ആർസിഎം കിട്ടിയ പോലെ ഇതിനു മുമ്പ് പല ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ
കുറച്ച് തിരക്കായതുകൊണ്ട് നമ്മളത് പണ്ടത്തെ കാലത്ത് ശ്രദ്ധിച്ചില്ല, അതങ്ങനെ വിട്ടുപോയി. അങ്ങനെ ഇന്ന് മറ്റൊരു ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച സായാഹ്നത്തിൽ ഒരു ദിവസത്തിൽ നമ്മൾ ഇന്ന് വന്ന് നിൽക്കുക. ഇന്നും മനസ്സിൽ കൂടി പലതും ചിന്തകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ പല പല കാര്യങ്ങൾ ചെയ്ത് 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 എല്ലാത്തിലും ഫെയിലിയർ ഒക്കെ ആയതുകൊണ്ടും പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടും ഒന്നും മര്യാദ ചെയ്യില്ലല്ലോ. അതുകൊണ്ട് തോൽവിയുള്ളതുകൊണ്ട് പിന്നെ ഇതുമൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ള ചിന്തയിൽ നമ്മൾ ഇതിനെ നെഗ്ലക്ട് ചെയ്ത് മുന്നോട്ട് പോകും. സമയം, വയസ്സ് നമ്മൾ ഓരോ വർഷവും കൂടും. ഓരോ ദിവസവും നമുക്ക് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ആണോ അല്ലയോ? ഓരോ ദിവസവും നമുക്ക് വയസ്സായിക്കൊണ്ടിരിക്കുക. നമ്മൾക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ശരിയായ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സമയം വയസ്സ് കൂടും. വയസ്സ് നമുക്ക് വേണ്ടി ഒന്നും കാത്തിക്കില്ല. ടൈം ആൻഡ് ടൈഡ് നെവർ വെയിറ്റ്സ് ഫോർ എനിവൺ എന്ന് കേട്ടിട്ടുണ്ടോ? ടൈം ആൻഡ് ടൈഡ് നെവർ വെയിറ്റ്സ് ഫോർ എനിവൺ. സമയം ആർക്ക് വേണ്ടിയും കാത്തിരിക്കില്ല. നമുക്കിങ്ങനെ തള്ളി നീക്കാം. എന്നിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ പറയും, അന്ന് ചെയ്തിരുന്നെങ്കിൽ, അന്ന് ആ സ്ഥലം വാങ്ങിയിരുന്നെങ്കിൽ. അതവേഗം പോയി, അതൊക്കെ പണ്ട് കാലം എന്ന് പറഞ്ഞ പോലെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ ഇവിടെ വിളിച്ച ആരോ നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത എന്തോ നല്ല കർമ്മം കൊണ്ട് എത്രയോ പ്രാർത്ഥനകൾ പല സ്ഥലത്തും ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. അതിന്റെ ഫലമായിട്ട് നമ്മളെ ഈശ്വരൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. രക്ഷപ്പെടാൻ ഒരു ചെറിയ മാർഗം ആർസിഎമ്മിൽ കൂടി കാണുന്നു. പോയിരുന്ന് കേട്ട് മനസ്സിലാക്കാൻ പറ്റിയും മനസ്സിലാക്കും. വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇന്ന് ഗവൺമെന്റിന്റെ സ്റ്റഡീസിൽ അവര് ആർസിഎമ്മിനെ ഏറ്റവും ടോപ്പ് റേറ്റഡ് ഡയറക്ട് സെൻഡിംഗ് കമ്പനിയായിട്ട് അവർ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ടോപ്പ് റേറ്റഡ്. വരും കാലങ്ങളിൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആർസിഎമ്മിന്റെ പേര് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നത് കാണാം. മോണിറ്ററിംഗ് അതോറിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെരി ഷോർട്ട്ലി ഗവൺമെന്റ് മോണിറ്ററിംഗ് അതോറിറ്റി കൊണ്ടുവരും. അതിന്റെ നടപടി കേരളത്തിൽ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കേരള ചീഫ് മിനിസ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഓൾറെഡി ഒരു മോണിറ്ററിംഗ് അതോറിറ്റിയുടെ ഫസ്റ്റ് റൗണ്ട് ചർച്ച കഴിഞ്ഞു. അതിനി കേന്ദ്ര സർക്കാർ അതിനെ ഏറ്റെടുക്കുന്നതോട് കൂടിയിട്ട് ഇന്ത്യയിൽ മുഴുവനും ഒരു മോണിറ്ററിംഗ് അതോറിറ്റി ഇവിടെ നിർദ്ദേശിക്കപ്പെടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ, ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ഈ ഇന്ത്യയിൽ നടക്കുന്ന ജെന്യുവിൻ ആയിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടും. അതിന് ഏറ്റവും മേലെ ആവശ്യം കാണുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കും. ഞാൻ പണ്ട് മൂവാറ്റുപുഴയിൽ ഒരു പ്രോഗ്രാമിൽ പോയപ്പോൾ ഏതോ ഒരാൾ ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് കോഴിക്കോട് നിന്നാണ് വന്നിട്ട് എന്തോ പറഞ്ഞിരുന്നു. എനിക്ക് അന്ന് മനസ്സിലായി. ഞാനന്ന് ആ പാക്കറ്റിലെ വാഴ എന്തായിരുന്നു പഴത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഞാൻ അതിനകത്ത് എന്താ പഴം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ നമ്മൾ പെടരുത്. അതുകൊണ്ട് ഇന്ന് കണ്ണ് തുറന്ന് ഇന്ന് എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരാണോ നിങ്ങൾ ഇവിടെ വിളിച്ചത് അവരുമായിട്ട് ഇന്നും ഇരുന്ന് സംസാരിച്ചതിന് ശേഷം വേണമെങ്കിൽ ഫോൺ വിടാൻ. കാരണം ഇത് ടിവിയിൽ വരില്ല, പേപ്പറിൽ വരില്ല, വേറെ എവിടെയും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു മാധ്യമമില്ല. ആർസിഎമ്മിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ആർസിഎം എവിടെയാണോ ഉള്ളത് അവിടെ പോകണം. ഒന്നെങ്കിൽ ആർസിഎമ്മിന്റെ പിക്കപ്പ് സെന്ററിൽ പോകണം, അല്ലെങ്കിൽ ആർസിഎമ്മിൽ പ്രവർത്തിക്കുന്ന ഒരാളെ കണ്ടിട്ട് അയാളെ കണ്ടിട്ട് സംസാരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇങ്ങനെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് വരേണ്ടി വരും. വേറെ എവിടെയും ഇതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടില്ല. നമ്മൾ ഈ ഹാള് വിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിതത്തിൽ വളരാനുള്ള അവസരങ്ങൾ നമുക്ക് തരുന്ന ആൾക്കാരൊക്കെ കുറവാണ്. പക്ഷെ ഇവിടെ നമ്മളുടെ ഓരോരുത്തരുടെയും വളർച്ച ആഗ്രഹിക്കുകയാണ് കമ്പനി. നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ച ആഗ്രഹിക്കുകയാണ്. നിങ്ങളിവിടെ വിളിച്ച് പറ്റിയ ആൾ, നിങ്ങളിവിടെ ആരാണോ ഇൻവൈറ്റ് ചെയ്തത് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് യുവർ ഗ്രോത്ത്, നിങ്ങളുടെ വളർച്ച. കാരണം നിങ്ങൾ വളർന്നാലേ ആയിട്ട് വളരാൻ പറ്റുള്ളൂ. അത് ഈ ആർസിഎമ്മിന്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ ആരെയാണോ വിളിച്ചു കൊണ്ടുവരുന്നത് അയാൾ വളർന്നാലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ, അല്ല നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല. നിങ്ങൾ വളർന്നാലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ അങ്ങനെ ഉണ്ടോ? ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഓപ്പോസിറ്റ് വേറൊരു ഡോക്ടർ വന്നാൽ ആ ഡോക്ടറിന്റെ മനസ്സിൽ എന്തായിരിക്കും? ഒരു ഹോട്ടൽ ഞാൻ നടത്തുന്നു, അതിന്റെ അപ്പുറത്തേക്ക് മാറി അതേപോലെ ഒരു ഹോട്ടൽ വന്നാൽ ഈ ആദ്യം നടത്തുന്ന ഹോട്ടലുകാരന് മനസ്സിൽ എന്തായിരിക്കും ചിന്ത വരുന്നത്?
എന്തായിരിക്കും ചിന്ത? എങ്ങനെ കൂട്ടിക്കാം, എങ്ങനെ ഞാൻ എന്റെ സോപ്പ് എന്റെ പേസ്റ്റ് ഞാൻ ഈ കടയിൽ വെക്കുന്നതിന് 1 രൂപ 2 രൂപ കുറച്ചിട്ട് എങ്ങനെ മാക്സിമം കസ്റ്റമേഴ്സിനെ എന്റെ കടയിലേക്ക് എനിക്ക് അട്രാക്ട് ചെയ്യും. ആണോ അല്ലയോ? അതേസമയം ആസിമിൽ അങ്ങനെയല്ല. ആസിമിൽ നമ്മുടെ കൂടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ എങ്ങനെ വളർത്താം, എങ്ങനെ 1 രൂപ കൂടുതൽ അടുത്ത മാസം വാങ്ങിക്കൊടുക്കാം, വളർച്ചയാണ് ആഗ്രഹിക്കുന്നത്. ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. നമ്മുടെ കൂടെ വന്നയാൾ വിൻ ചെയ്താലേ എനിക്ക് ഇവിടെ വിജയിക്കാൻ പറ്റുള്ളൂ, വിൻ ആവാൻ പറ്റുള്ളൂ. That's called win-win situation. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ പുതിയതായിട്ട് വന്ന ആൾക്കാരോടും ആസിയം ഇന്ന് ചെയ്യണോ ചെയ്യണ്ടയോ എന്ന് പാതി മനസ്സിലുള്ള ആളുകളോടുമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇഫ് യു ഡോണ്ട് ഡിസൈഡ് ടുഡേ, സമയം കടന്നു പോകും. ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്തു, പല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡയറക്ട് സെല്ലിംഗ് പഠിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് ഡയറക്ട് സെല്ലിംഗ് നമ്മളൊക്കെ വിചാരിക്കുന്നതിനെക്കാട്ടിലൊക്കെ എത്രയോ മുമ്പോട്ട് പോയി കഴിഞ്ഞു. വെരി ബിഗ് ഓപ്പർച്യൂണിറ്റി. എന്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാലും ഇന്ന് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു, കുറെ വർഷങ്ങൾ ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഞാൻ ഈ സോഫ്റ്റ്വെയറിലൊക്കെ പ്രവർത്തിക്കുന്ന പിള്ളേരുമൊക്കെ ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് എനിക്ക് പരിചയമുള്ള കുറെ ആൾക്കാരോടെ ഉണ്ട്. ഇന്ന് അവരുടെയൊക്കെ സാലറി പകുതി മുക്കാൽ കുറച്ചു. അവരോട് പറയുന്നത് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു കണ്ടിന്യൂ, ഓപ്പൺ ആണ്. അവർക്ക് വേണമെങ്കിൽ എഴുതി കൊടുത്തിട്ട് അവിടുന്ന് എന്താണ് സ്ഥലം വിടാം, ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആണ്. പല വലിയ വലിയ കമ്പനികൾ. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും ആർസിഎമ്മിന്റെ മേലെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഓൾറെഡി ആർസിഎമ്മിന്റെ ഉള്ളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ടുവന്ന് കഴിഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇതിന്റെ സ്റ്റോക്ക് മാനേജ്മെന്റിനും ഇതിന്റെ അഡ്മിനിസ്ട്രേഷനും ഇതിന്റെ അക്കൗണ്ടിങ്സ് ഒക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതിന് മാത്രമേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇവിടെ പണിയുള്ളൂ. അതിന്ന് ടോട്ടലി ഓട്ടോമേറ്റഡ് ആണ്. ആര് ഏത് ബികം സെന്റർ എവിടെയാണ് ഏതാണ് സ്റ്റോക്കുകൾ എന്ന് ഓൾ ഓവർ ഇന്ത്യ അവർക്ക് ഒരു ക്ലിക്കിൽ കാര്യം മനസ്സിലാവും. ആ ലെവലിലേക്ക് ഇന്ന് നമ്മുടെ സോഫ്റ്റ്വെയറിനെ അവർ ഇംപ്രൂവ് ചെയ്യും. അതിന് സോഫ്റ്റ്വെയറിന്റെ അപ്ഡേഷൻസ് അടിക്കടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു മനുഷ്യന് വിശന്നാൽ അയാൾക്ക് എന്ത് വേണം? കുറച്ചു നേരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു മനുഷ്യന് വിശന്നാൽ ഭക്ഷണം തന്നെ വേണം. ഒരു മനുഷ്യന് ദാഹിച്ചാൽ വെള്ളം തന്നെ വേണം. അതിന് ഒരു കമ്പ്യൂട്ടർ തിന്നാനും പറ്റില്ല. ഒരു മൊബൈൽ ഫോണും എത്ര അഡ്വാൻസ്ഡ് മൊബൈൽ ഫോണും തിന്നാൻ പറ്റില്ല. അവിടെ വെള്ളം തന്നെ കുടിക്കണം, ഭക്ഷണം തന്നെ കഴിക്കണം, വസ്ത്രം ഉപയോഗിച്ച് തന്നെ. അതിന് വേറൊരു ഓപ്ഷൻ ഇല്ല. അതാണ് നമ്മൾ ആസിയം പ്രൊമോട്ട് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ആസിയമിന്റെ പ്രോഡക്റ്റ്. അതാണ് നമ്മുടെ ആസിയമിന്റെ ശക്തി. ഏത് ടെക്നോളജി മാറിയാലും 5000-10000 വർഷങ്ങൾക്ക് മുമ്പ് ഈ കമ്പ്യൂട്ടറും ഈ സോഫ്റ്റ്വെയറും ഒക്കെ കണ്ടുപിടിക്കുന്നതിനേക്കാളും ഒക്കെ എത്രയോ മുമ്പ് മനുഷ്യന്മാർക്ക് വിശന്നപ്പോൾ എന്താ ചെയ്തോണ്ടിരുന്നേ? ഹലോ, എന്താ ചെയ്തേ? ഭക്ഷണം കഴിച്ചു. ആണോ അല്ലയോ? അങ്ങനെ കാലങ്ങൾ കടന്നുപോയി കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു. മനുഷ്യന് വിശന്നപ്പോൾ എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചു. ഇന്ന് കാലങ്ങളെ കടന്നുപോയി വളരെ ടെക്നോളജി അഡ്വാൻസ് ആയി. റോക്കറ്റ് ഒക്കെ വിക്ഷേപിക്കുന്നു, മറ്റേ സാറ്റലൈറ്റിലേക്ക് പോകാൻ ആളുകൾ ആഗ്രഹിക്കുന്നു. ഇന്ന് മനുഷ്യന് വിശന്നാൽ എന്താ ചെയ്യാം? ഇനി അങ്ങോട്ട് ഒരു 10,000 വർഷങ്ങൾ കടന്നുപോയി പല തരത്തിലുള്ള ടെക്നോളജിക്കൽ മാറ്റങ്ങളും പല തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുന്നു. അന്ന് 5000 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യന് വിശക്കും. അപ്പൊ എന്തായിരിക്കും ചെയ്യാം? അതാണ് ആസിയം. അതുകൊണ്ട് കാലം എത്ര എങ്ങോട്ട് മാറിപ്പോയാലും ആസിയം എന്നും എവർ ഗ്രീനായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആസിയമിന്റെ കൂടെ എന്നും എക്കാലവും എവർ ഗ്രീനായി നിൽക്കാം. മനസ്സിലാക്കാം. ഇന്നൊരു തീരുമാനമെടുത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിലുള്ള 2-2.5 ലക്ഷം കമ്പനികളിൽ നിന്നും മാറി നിൽക്കുന്ന ഈ 8 കമ്പനികളെ ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്ത് ഈ 8 കമ്പനികളിൽ ഒന്നിൽ നമ്മൾ നിൽക്കണം. വരും കാലങ്ങളിലെ വലിയ ഒരു അച്ചീവർ ആയിട്ട്, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ ആയിട്ട് എനിക്ക് മാറണം എന്ന് ഇന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ആ പോസിബിലിറ്റി ഇവിടെ തയ്യാറാണോ? നമ്മുടെ ജീവിതത്തിലെ എന്ത് സ്വപ്നങ്ങളെയും നമുക്ക് ഇതിൽ കൂടി സാക്ഷാത്കരിക്കാൻ പറ്റും. എനിക്ക് പറ്റി, ഇത് വിശ്വസിച്ച ആൾക്കാർക്കൊക്കെ പറ്റിയോ? സുധാകർ സാർ പറ്റിയോ? സാറ് എന്തൊക്കെ നേടി ആർസിഎമ്മിൽ വന്നതിന് ശേഷം? ഒരു വീട് 2 കാറുകൾ.
തന്നെ ഞെട്ടിപ്പോയി. അപ്പൊ സാർ ആസിമിലേക്ക് വരുന്നതിന് മുമ്പ് ഏത് വീട്ടിലായിരുന്നു താമസിച്ചത്? 4 പേരുടെ വീട്ടിൽ താമസിച്ചു. 4 പേരുടെ വീട്ടിലും അടങ്ങി താമസിച്ചു. 20 വർഷം. 20ഓളം വർഷം സുധാകരൻ സാർ റെന്റഡ് ഹൗസിലായിരുന്നു. ആസിമിൽ വന്ന് സ്വന്തം വീട്ടിലേക്ക് മാറി. ഒരു വോക്സ് വാഗനും ഒരു സ്കോഡ വണ്ടിയും ചേർത്തുള്ളതാണ്. കയ്യടി ഉഷാറായി സുധാകരൻ സാർ കാരണമാണെങ്കിൽ ഞാനെന്തിനാ കയ്യടിക്കും? സുധാകരൻ സാറ് കാറ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കും ആ പോസിബിലിറ്റി ആ കയ്യിലുള്ളത്. അതേപോലെ ഒരു വീടും അതേപോലെ 2 കാറും വാങ്ങാനുള്ള അവസരം നമ്മുടെ കയ്യിലുണ്ട്. കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററോ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററോ വന്നിട്ട് ഞാനൊരു കാറ് വാങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈയടിക്കണ്ട. കൈയടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താ അറിയോ? നിങ്ങൾക്ക് CM ആവാനുള്ള സാധ്യത കുറവാണ്. ഹലോ, നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു PM ആവാനുള്ള സാധ്യതയും കുറവാണ്. ഇനി അഥവാ സാധ്യത ഉണ്ടെങ്കിൽ പോസ്റ്റ് ഒന്നേ ഉള്ളൂ. ഹലോ, അഥവാ ചാൻസ് കിട്ടിയാൽ പോസ്റ്റ് ഒന്നേ ഉള്ളൂ. അതിന് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതേസമയം സുധാകരൻ സാറിന്റെ എമറാൾഡ് ലെവലിലേക്ക് വരാനുള്ള പോസിബിലിറ്റി 1000കണക്കിനാണ്. ഇന്നിവിടെ ഈ ഹാളിൽ വന്ന 350-400 പേർക്കും ഗ്യാരണ്ടീഡ് ആണ് സുധാകരൻ സാറിന്റെ പോസ്റ്റ്. ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും ചുരുങ്ങിയത് മാസം വാങ്ങാനുള്ള അവസരം നിങ്ങളെ കയ്യിലുണ്ട്. അതാ കയ്യിലിരിക്കുന്ന ആശയം. ഒറ്റയൊന്നേ ഉള്ളൂ, അത് മനസ്സിലാക്കണം. മനസ്സിലാക്കി വീട്ടിലിരുന്നാൽ പോലെ കം ഇൻ ടു ആക്ഷൻ. ആക്ഷൻ ആണ് എല്ലാത്തിന്റെയും പരിഹാരം. പ്രവർത്തിക്കാൻ തയ്യാറാണ്. ആണോ? ഒരു യശനാണ് വന്നില്ലല്ലോ. നമ്മൾ പ്രവർത്തിക്കാൻ നമ്മൾ ആദ്യം പറയണം, ഞാൻ ഇറങ്ങുകയാണ് പ്രവർത്തിക്കാൻ, എന്നാലേ നമ്മൾ ഇറങ്ങുള്ളൂ. ഒരിക്കലും ഒരാള് മരണശയ്യയിൽ കിടക്കുക, പ്രായകാലം മരണശയ്യയിൽ മരിക്കാൻ ഇങ്ങനെ കിടക്കുക. അപ്പൊ അദ്ദേഹം 3 പിള്ളേരുണ്ട്, ആൺപിള്ളേരാണ്. അദ്ദേഹം വക്കീലിനെ വിളിച്ചു. എന്തിനാ വക്കീലിനെ വിളിക്കാം? വിൽപ്പത്രം എഴുതാൻ വേണ്ടി വക്കീലിനെ വിളിച്ചു. വക്കീൽ വന്നു. അപ്പൊ അദ്ദേഹം അടുത്തേക്ക് ഇരുത്തി. അദ്ദേഹത്തിന് ശബ്ദമൊന്നുമില്ല, മരിക്കാനായി. ഏത് സമയം ഗ്യാസ് പോവാം. അപ്പൊ ആ സമയത്ത് അടുത്തോട്ട് ഇരുന്നിട്ട് പറഞ്ഞു, വിൽപ്പത്രം തയ്യാറാക്കണം. എൻ്റെ മൂത്ത മകന് വില്ലേജിലുള്ള, എൻ്റെ ഗ്രാമത്തിലുള്ള ആ 10 ഏക്കർ സ്ഥലവും അതിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ആ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അവൻ്റെ പേരോട് എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വക്കീൽ അതൊക്കെ നോട്ട് ചെയ്യാം. രണ്ടാമത്തവന് ടൗണിലുള്ള തിയേറ്ററും അതിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ രണ്ടാമത്തവന് എഴുതി. മൂന്നാമത്തെ ചെറിയവൻ, അവന് ഞങ്ങൾ ഈ താമസിക്കുന്ന വീടും ഇവിടെ ഈ ഇതിനോട് ചുറ്റിക്കിടക്കുന്ന ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അവന് എഴുതിക്കോളാം. അങ്ങനെ വക്കീൽ ഇങ്ങനെ എല്ലാം എഴുതുക, നോട്ട് ചെയ്യാം. എന്നിട്ട് മരിക്കാൻ കിടക്കുന്ന ആളല്ലേ, അയാളിങ്ങനെ മേലോട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ വക്കീൽ ചോദിച്ചാൽ അടുത്തോട്ട് ഇരുന്നിട്ട് എന്തെങ്കിലും വിട്ടുപോയോ? അപ്പൊ അയാൾ പറഞ്ഞു, അല്ല ഞാൻ ആലോചിക്കുക ഇനിയിപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക. ഈ ചാകാൻ കിടക്കുന്ന മനുഷ്യനെ ഉണ്ടാക്കിയിട്ടില്ല. ഇനി സമയമില്ല. ഇതൊക്കെ 3 മക്കൾക്ക് കൊടുക്കണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. ഇയാൾ ചാകാൻ കിടക്കണം. അങ്ങനെ ചാകാൻ കിടക്കുമ്പോഴല്ല അതൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഹലോ, ഇതൊക്കെ നല്ല ആരോഗ്യമുള്ള സമയത്ത് എല്ലാം ചിന്തിച്ച് കിട്ടുന്ന എടുത്ത് പെരുമാറണം. തയ്യാറാണോ? ഒരു ദിവസം നമുക്കും അങ്ങനത്തെ ഒരു ദിവസം വരും. ഒരു ദിവസം നമ്മൾ മേലോട്ട് നോക്കി കിടക്കും. അന്ന് നമ്മൾ ജീവിതത്തിൽ അച്ചീവ് ചെയ്തതെല്ലാം ആണ് നമുക്ക് വേണ്ടി സംസാരിക്കുക. നമ്മൾ ഈ ലോകം വിട്ടുപോയാലും നമ്മുടെ പേര് പറയാൻ 10 പേരോടെ ഉണ്ടാക്കിയിട്ട് വേണം പോകാൻ. നമ്മൾ ഈ ലോകം വിട്ടുപോയാലും നമ്മളെ ഓർക്കുന്ന 10 പേര് നാട്ടിൽ ഉണ്ടാവണം.
അതിന് കടം വാങ്ങിയിട്ടല്ല ഉണ്ടാക്കേണ്ടത്. ഓക്കെ, റെഡിയാണോ? ഓപ്പർച്യൂണിറ്റി ഉണ്ട്, യു ക്യാൻ ഡു ഇറ്റ്. തയ്യാറാണോ? അതിനുവേണ്ടി ഒരു ചെറിയ 1-2 സ്റ്റെപ്പും കൂടി പറയാം. നമ്മൾ യൂസ് ചെയ്യാൻ തയ്യാറായോ? നമ്മൾ ആർസിഎമ്മിൽ കിട്ടുന്ന വേസ്റ്റ്, ആർസിഎമ്മിൽ കിട്ടുന്ന ചായപ്പൊടി, ആർസിഎമ്മിൽ കിട്ടുന്ന ഗോതമ്പ് പൊടി തുടങ്ങി 10,000-4000-ഓളം പ്രോഡക്റ്റുകൾ ആർസിഎമ്മിലുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മധു സഖ്യ പ്ലസ്. ഇതില്ലാണ്ട് എൻ്റെ ഒരു ദിവസം മുന്നോട്ട് പോകാറില്ല. ഇത് ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റ് അല്ല, എന്നാലും ഞാനിത് ദിവസവും കഴിക്കാറുണ്ട്. ഇത് ആർക്കും ഉപയോഗിക്കാം. നിങ്ങളുടെ ബോഡി കണ്ടീഷൻസിനെ, നിങ്ങളുടെ ബോഡി ഡീടോക്സിഫൈ ചെയ്യാൻ ഇതിനേക്കാട്ടും നല്ലൊരു രസം വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. രാവിലെ വെറും വയറ്റിൽ ഒരു 30 ml, ഇതിന് മേലെ തന്നെ 30 ml ക്യാപ്പ് ഉണ്ട്. നന്നായിട്ട് ഈ ബോട്ടിൽ ഷെയ്ക്ക് ചെയ്യുക, അതിലേക്ക് 30 ml ഒഴിക്കുക. അതൊരു 1/2 ലിറ്റർ ചൂടുവെള്ളത്തിലേക്ക് ഒഴിക്കുക, ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഒഴിക്കുക. അതിനകത്തേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ആർസിഎമ്മിന്റെ മഞ്ഞൾപ്പൊടിയാണ്, ആർസിഎമ്മിന്റെ മഞ്ഞൾപ്പൊടി ഇടുക. അതിലേക്ക് കുറച്ച് നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ച് 1/2 ലിറ്റർ വെള്ളം കുടിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഒരു ആന്റി ഓക്സിഡന്റ് ഉണ്ട്, ഗാമ ഒറിജിനോൾ. അതൊന്ന് കഴിക്കുക. ആന്റി ഓക്സിഡന്റ്, അത് തവിടിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത ആന്റി ഓക്സിഡന്റ് ആണ്, അതും കൂടി കഴിക്കുക. നമ്മുടെ ഓൾമോസ്റ്റ് ബോഡിയിലുള്ള ഡിസ്ഓറിയന്റേഷൻസ് എല്ലാം സെറ്റ് ചെയ്യും. നമ്മുടെ ബോഡി മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം ചാനലൈസ് ചെയ്യാൻ ഇതിനെക്കാട്ടും വലിയ വേറൊരു ലിക്വിഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും മഞ്ഞളും കൂടി അതിന്റെ കൂടെ കൂടുന്നത് കൊണ്ട് അതിന്റെ പവർ എത്രയോ മടങ്ങ് വർദ്ധിക്കും. ആർസിഎമ്മിന്റെ മഞ്ഞളും മാർക്കറ്റിൽ കിട്ടുന്ന മഞ്ഞളുമായിട്ടുള്ള വ്യത്യാസം എന്താ? ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ മഞ്ഞൾ? ആർസിഎമ്മിന്റെ മഞ്ഞളും മാർക്കറ്റിൽ കിട്ടുന്ന മഞ്ഞളുമായിട്ട് എന്ത് വ്യത്യാസം പറഞ്ഞു കൊടുക്കാൻ പറ്റും? കുർക്കുമിനുണ്ട്. നല്ല കൈയ്യടി കൊടുക്കാമോ? എന്താണ് നമ്മുടെ മഞ്ഞളും മാർക്കറ്റിലുള്ള മഞ്ഞളുമായിട്ടുള്ള വ്യത്യാസം? അത് പറയാം, ആർക്കെങ്കിലും പറയാമോ? പറയും, ഒരു വ്യത്യാസം. ഇത് സോപ്പ് വെള്ളത്തിൽ മഞ്ഞൾ പറ്റിയാൽ ചുമപ്പ് നിറം വരും നമ്മുടെ മഞ്ഞൾ. ഇത് ആർസിഎമ്മിന്റെ നിറമാറ്റം വരുന്നില്ല. ആർസിഎമ്മിന്റെ നിറമാറ്റം വരുന്നില്ല. വേറെ എന്തെങ്കിലും വ്യത്യാസം പറയാനുണ്ടോ? ആർസിഎമ്മിന്റെ മഞ്ഞളുമായിട്ട് ഫൈബർ കണ്ടന്റ് കൂടുതലുണ്ട്, റൈറ്റ്? ഇടിച്ചു പിടിക്കുന്നതാണ്. വേറെ എന്താ പറയാനുള്ളത്? വേറെ എന്താ പറയാനുള്ളത്? ഞാൻ കണ്ടുപിടിച്ചൊരു വ്യത്യാസം ഉണ്ടാവും. ഞാൻ കണ്ടുപിടിച്ചൊരു വ്യത്യാസം, നിങ്ങളുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി ഇന്ന് വീട്ടിൽ പോയിട്ട് ഏത് ബ്രാൻഡാണെന്ന് എനിക്കറിയില്ല, അത് മുറിച്ച് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത കവറോടെ വയ്ക്കാം. ആർസിഎമ്മിന്റെ ഒരു മഞ്ഞൾപ്പൊടി വാങ്ങാം, അതും ഇതേപോലെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് പുറത്ത് വെച്ചേക്കാം. കിച്ചണിനോട് ഇതുകൊണ്ട് ഒരു മൂലയിൽ ഒരു 3 അതിന്റെ സ്മെല്ലൊന്ന് സ്മെല് ചെയ്ത് നോക്കട്ടെ. ഇത് സ്മെല് ചെയ്യണം, അത് സ്മെല് ചെയ്യണം. ഒരു 2, 3, 4, 5 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി ഉള്ള മഞ്ഞൾപ്പൊടി ഒന്ന് മണത്ത് നോക്കണം. ഒരു വൃത്തികെട്ട മണം വരും. ആ മഞ്ഞളിന്റെ മണമൊക്കെ പോയി. അതിനകത്ത് എന്തോ ഒരു തവിടായിരുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു മൈദയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നു. മൈദക്കകത്ത് ലെക്ട്രോമേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മൈദയെയും നമുക്ക് എന്താക്കി മാറ്റാം? മഞ്ഞൾ പൊടിയാക്കി മാറ്റാം. മഞ്ഞ കളർ കിട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ 2 തരം മഞ്ഞളുണ്ട്. ഒന്ന് ഈശ്വരൻ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾ, ഒന്ന് കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ മഞ്ഞൾ ഉണ്ടോ ഇവിടെ? നമുക്ക് കർണാടകയിൽ ഇഷ്ടം പോലെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളും പൂജയ്ക്ക് ഉപയോഗിക്കുന്ന എണ്ണാണ് ലാമ്പ് ഓയിൽ. അത് വിളക്കെണ്ണ കണ്ടിട്ടുണ്ടോ? വിളക്കെണ്ണ കണ്ടിട്ടുണ്ടോ? എന്താ ഈ വിളക്കെണ്ണയും സാധാരണ എണ്ണയായിട്ടുള്ള വ്യത്യാസം? അതേപോലെ തന്നെ മാർക്കറ്റിലുള്ളതാണ് എന്താണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളും കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളും. ഇതാണ് വ്യത്യാസം. എന്താ? ഒന്ന് മൈദയിൽ ലെക്ട്രോമേറ്റ് മിക്സ് ചെയ്താണ് ഒരു മഞ്ഞൾ, മഞ്ഞ കളറായിരിക്കും. അത് കയ്യൊക്കെ വെച്ച കയ്യിലൊക്കെ മഞ്ഞ കളർ കാണാം. അതേസമയം ആർസിഎമ്മിന്റെ ഈ മഞ്ഞൾ നിങ്ങൾ മുറിച്ച് ഓപ്പൺ ചെയ്ത് വെച്ച ഈ മഞ്ഞൾ 1, 2 ആഴ്ച, ഒരു മാസം കഴിഞ്ഞാൽ ആ സ്മെല്ല് വന്നിട്ടുണ്ട്. ആ സ്മെല്ല് ഓപ്പൺ ചെയ്തിട്ടുള്ള സ്മെല്ല് ഒന്ന് ഇന്ന് പരീക്ഷിച്ചു നോക്കൂ. അതേപോലെ ആർസിഎമ്മിൽ ഒരു ജീരകം. നമ്മൾ സാധാരണ ഹോട്ടലിൽ ചെന്ന്
ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ടേബിളിന്റെ മേലെ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ടേബിളിന്റെ മേലെ അല്ലെങ്കിൽ ഇറങ്ങുന്ന സ്ഥലത്ത് കാഷ്യർ ടേബിളിന്റെ അവിടെ ജീരകം വെച്ചിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടാവും? അത് കുറെ എടുത്ത് വായിലിട്ടുണ്ടാവും. സുഖമായിട്ട് കടിച്ചു ഇറക്കി തിന്നിട്ടില്ലേ? ഇതുപോലെ ഇതൊന്ന് കഴിച്ചു നോക്കണം, നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഇത് വളരെ ഇതാണ് ജീരകം. അത് ജീരകത്തിൽ നിന്നുള്ള എക്സ്ട്രാക്ട് മാറ്റിയാൽ എന്തായാലും പറയാ പിണ്ണാക്കണത്. അത് ജീരകത്തിന്റെ പിണ്ണാക്ക. സുധാകരൻ സാർ പറയുന്നു കേട്ടോ. ഞാൻ വിനോദ് സാറൊക്കെ അവിടെ പോയിട്ടുള്ളതാണ്. ഈ നമ്മുടെ എല്ലാ സ്പൈസസിന്റെയും ഓയിൽ സെറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് അതിന്റെ വേസ്റ്റ് പണ്ടവർ കത്തിച്ചവിടെ. ഇപ്പൊ അത് നമ്മുടെ എല്ലാ കമ്പനികളും കൊണ്ടുപോയി പൊടിച്ച് അതിൽ കളർ എടുത്തരുവാണ്. ഇവിടെ കടയിൽ പോകാത്തുള്ളവർക്കെല്ലാം അറിയാൻ പറ്റും, വലിയ കമ്പനിയാണ്. എല്ലാത്തിനും ജീരകത്തിന്റെ ഒക്കെ ഓയിൽ സെറ്റ് ചെയ്ത് ഇപ്പൊ ഇത്ര പെർസെന്റേജ് അവർക്ക് എടുക്കാനുള്ള ടെക്നോളജി ഉണ്ട്. ബാക്കി വേസ്റ്റ് എല്ലാവർക്കും കൊണ്ടുവന്നത് എല്ലാ ബ്രാൻഡ് കമ്പനികളും കൊണ്ടുവന്നത് കേട്ടോ. ജീരകത്തിന്റെ ഓയിൽ എക്സ്ട്രാക്ട്, ജീരകം മാത്രമല്ല എന്തും നമ്മൾ അവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര പെർസെന്റേജ് ഓഫ് ഓയിൽ അതിനകത്ത് എക്സ്ട്രാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ചണ്ടി വലിയ വലിയ ബ്രാൻഡഡ് കമ്പനികളിലേക്കാണ് പോകുന്നത്. നമ്മൾ ചില ബ്രാൻഡഡ് സാധനങ്ങൾ നോക്കി വാങ്ങുന്നില്ലേ? ആ ബ്രാൻഡിന്റെ പേര് മാത്രമേ ഉള്ളൂ, അതിന്റെ ഉള്ളിലുള്ളതൊക്കെ ചണ്ടിയാണ്. അതെങ്ങനെയാ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇതൊന്നും ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കും. ഹോട്ടലിൽ ചെന്നിട്ട് സാധാരണ ജീരകം എടുത്ത് വായിലിട്ട് കറങ്ങുന്ന പോലെ ഇതൊന്നും എടുത്ത് വായിൽ നോക്കണ്ടു. നിങ്ങൾ വായിലോട്ട് ഇട്ടതിന്റെ പകുതി മുക്കാൽ നിങ്ങൾ പുറത്തേക്ക് തന്നെ എടുക്കും. കാരണം നിങ്ങളെ കൊണ്ട് കടിച്ച് ചവയ്ക്കാൻ പറ്റില്ല. സോ പവർഫുൾ. ഇതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കും അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാവില്ല ക്വാളിറ്റിയുള്ള സാധനം അതാണ്. പക്ഷേ ഇത്രയൊക്കെ ക്വാളിറ്റി പറഞ്ഞാലും മാർക്കറ്റിലുള്ള ജീരകത്തിനാണെങ്കിൽ വില കുറവാണ്. അങ്ങനെയാണ് നമ്മുടെ ആസിമിന്റെ ഓരോ പ്രോഡക്റ്റുകളും. ഏത് പ്രോഡക്റ്റ് എടുത്താലും ഹലോ റൈറ്റ്. അപ്പോ നമ്മളുടെ വർക്ക് എന്താണ്? ഞാനിവിടെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആസിമിലേക്ക് വരുന്ന ഓരോ ആളുകളും ആസിമിലേക്ക് കടന്നു വരുന്നത് ആസിമിന്റെ പ്രോഡക്റ്റുകളെ കേട്ട്, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കണ്ട് കേട്ട് ഇതിന്റെ ഒരു കസ്റ്റമർ ആയിട്ടാണ് വരിക. ആണോ അല്ലയോ? കൺസ്യൂമർ ആയിട്ടാണ് വരിക. പ്രോഡക്റ്റ് വാങ്ങാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ വരിക. നമുക്ക് അങ്ങനത്തെ ആൾക്കാർ മാത്രം മതിയോ? നമ്മൾ ആസിമിലേക്ക് വന്നിരിക്കുന്നത് നമ്മളൊരു ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു ടീം ബിൽഡ് ചെയ്യാം. അതിന് ജസ്റ്റ് കസ്റ്റമേഴ്സ് പോരാ, നമുക്ക് ആ കസ്റ്റമേഴ്സിനെ ഒരു ബിസിനസ് മാൻ ആക്കി മാറ്റാൻ പറ്റണം. എന്താക്കി മാറ്റാൻ പറ്റണം? ബിസിനസ് മാൻ ആയിട്ട് നമുക്ക് അവരെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റണം. ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോഡക്റ്റ് കിട്ടിയാൽ മതി, അവർ പ്രോഡക്റ്റ് കിട്ടിയാൽ ഹാപ്പിയാണ്. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ആണ് വന്നിട്ട് ചോദിക്കുക, സാറേ ഇതിനകത്ത് കടുക് കിട്ടുമോ, മുട്ട കിട്ടുമോ, പച്ചക്കറി കിട്ടുമോ? എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് കിട്ടിയാൽ നല്ലതായിരുന്നു. ആർസിമിൽ കമ്പനിയോട് പറഞ്ഞിട്ട് എല്ലാ പ്രോഡക്റ്റുകളും ഒന്ന് പറഞ്ഞ് ലോഞ്ച് ചെയ്യിപ്പിക്കണം. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയാനുള്ള കാരണം അവരുടെ തെറ്റല്ല. അങ്ങനെ വരുന്ന ആളുകളെല്ലാം കമ്പനിയുടെ ആർസിമിന്റെ എന്താണ്? കസ്റ്റമേഴ്സ് ആണ്. അവർക്ക് വേണ്ട പ്രോഡക്റ്റ് ആണ്, സാധനങ്ങളാണ്. അപ്പൊ എല്ലാം കിട്ടുമെന്ന് അവർ ചോദിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അവർക്ക് അതാണ് വേണ്ടത്. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. ഗുണമില്ലാന്നുള്ളതല്ല, വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് ആരാ വേണ്ടത്? ഈവൻ ബിസിനസ് പീപ്പിൾ. ബിസിനസ്മാൻ എന്താ ആവശ്യം? ബിസിനസ്മാൻ വാണ്ട് മണി. കാശ് വേണം. വേണ്ടിയോ? ബിസിനസ്മാൻ എന്താ വേണ്ടേ? കാശ് വേണം. ആസിമിൽ നിന്നും എങ്ങനെ കാശ് ഉണ്ടാക്കാം എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അവരെ ഒരു ബിസിനസ്മാൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആസിമിന്റെ ഡ്രസ് ഉപയോഗിക്കാൻ പഠിപ്പിക്കണം. ആസിമിന്റെ ഷൂവും സോക്സ് ഉപയോഗിക്കാൻ അവരെ പഠിപ്പിക്കണം. ആസിമിന്റെ ഒരു ബാഗ് അവർക്ക് റെഡിയാക്കി കൊടുക്കണം. ഒരു ബിസിനസ്മാന്റെ കയ്യിൽ എന്തുണ്ടാവണം? ഒരു ബിസിനസ് ബാഗ് ഉണ്ടാവും. ആ ബിസിനസ് ബാഗിൽ എന്തുണ്ടാവണം? ആൽബം ഉണ്ടാവണം, മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് ഉണ്ടാവണം, ടൂൾസ് ഉണ്ടാവണം, പ്രോഡക്റ്റും ഉണ്ടാവണം, ടൂൾസും ഉണ്ടാവണം, ഒരു പ്ലെയിൻ ബുക്ക് ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആർസിമിന്റെ ഓൾറെഡി പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ കയ്യിൽ അങ്ങനത്തെ ഒരു ബാഗ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യൂ.
ആസിമിൽ കുറച്ചു കാലമായി, 5 മാസമായി, 6 മാസമായി, 1 വർഷമായി, 2 വർഷമായി. നിങ്ങളുടെ കയ്യിൽ ആസിമിന്റെ ഒരു ബാഗ് ഉണ്ടോ? ആസിമിന്റെ ബിസിനസ് ബാഗ്, അതിനകത്ത് ആസിമിന്റെ പ്രോഡക്റ്റുകൾ ഒരു 500 രൂപ 1000 രൂപയുടെ പ്രോഡക്റ്റ്, മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക്, മാർക്കറ്റിംഗ് ലീഫ്ലെറ്റ്, ഒരു നോട്ട് ബുക്ക്, ഒരു പെൻ ആസിമിന്റെ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ സെറ്റ് ചെയ്യണം. ഇവിടുത്തെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഔട്ട്ലെറ്റിൽ പോവാ, ആസിമിന്റെ ഒരു ബാഗ് പർച്ചേസ് ചെയ്യാം. എന്നിട്ട് മേക്ക് യുവർ ബിസിനസ് ബാഗ്. ഞങ്ങളൊക്കെ ആസിമിൽ ഇറങ്ങിയ ആദ്യത്തെ ദിവസം ഞങ്ങൾ ചെയ്ത ഒരു ബിസിനസ് ബാഗായി. അതിനകത്ത് ഒരു ഫയൽ സെറ്റ് ചെയ്തു, മാർക്കറ്റിംഗ് പ്ലാൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയൽ സെറ്റ് ചെയ്തു. എപ്പോഴും ഒരു A4 ഷീറ്റിന്റെ ഒരു ബണ്ടില് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് നോട്ട് ബുക്ക് ഒന്നുമില്ല, ആസിം നോട്ട് ബുക്ക് ഇറക്കിയിട്ടില്ല. ഞങ്ങളുടെ A4 ഷീറ്റ്സുകൾ അതിനകത്ത് കൊണ്ടു നടക്കും. പെന്ന് എല്ലാം നമ്മുടെ കയ്യിലുണ്ടാവും. ഒരു എന്താണ്, ഇന്നും എന്റെ കയ്യിലുണ്ട് അന്ന് ഞാൻ കൊണ്ടു നടന്ന ഫയൽ. അതിനകത്ത് കമ്പനിയുടെ ഹിസ്റ്ററി, കമ്പനിയുടെ എല്ലാം കാണിക്കാം. മാർക്കറ്റിംഗ് പ്ലാൻ, എങ്ങനെയാണ് കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്, മാനുഫാക്ചറിൽ നിന്ന് നേരിട്ട് കസ്റ്റമറിലേക്ക് പ്രോഡക്റ്റ്, ഇതിന്റെ ഇടനിലക്കാരില്ല, അഡ്വർടൈസ്മെന്റ് ഇല്ല, നേരിട്ടുള്ള വിപണനമാണ് ആശയം. അത് കാണിക്കാനുള്ള ലീഫ്ലെറ്റുകൾ, അത് കാണിക്കാനുള്ള ഫയൽ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഞങ്ങൾ ആ ഫയലും കൊണ്ടാണ് ഓരോ സ്ഥലത്ത് പോയി ആളുകളെ മീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ പ്ലാൻ കാണിച്ചു കൊടുക്കും. എങ്ങനെയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ അഡ്വർടൈസ്മെന്റ്, പബ്ലിസിറ്റി ധാരാളം പണം വേസ്റ്റ് ചെയ്യുന്നു. ആസിമില് ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഇവിടെ ഇടനിലക്കാരില്ല, അഡ്വർടൈസ്മെന്റ് ഇല്ല. അപ്പൊ ആളുകൾക്ക് മനസ്സിലാവും, അങ്ങനെയാണോ ഇവിടെ പ്രൈസ് കുറയുന്നത്. You should have a business bag in your hand. ആ ബിസിനസ് ബാഗിനകത്ത് ഒരു 500 1000 രൂപയുടെ പ്രോഡക്റ്റ് ഇന്ന് തന്നെ ലോഡ് ചെയ്യണം. നമ്മൾ ആസിമിന്റെ വാരിയേഴ്സ് ആണ്, അല്ലെങ്കിൽ സോൾജിയേഴ്സ് ആണ്, ആണോ അല്ലയോ? നമ്മൾ പോയി മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളൊരു ആസിമിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യാൻ പറ്റണം. നമ്മളെ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം, ഐ ആം ആൻ ആസിം ഡിസ്ട്രിബ്യൂട്ടർ. അവിടെ ചെന്നിട്ട് നമ്മളിങ്ങനെ എന്തോ ഉണ്ട്, അവിടെ ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ പോയിരുന്നു, അങ്ങനെ ഞാൻ ആലോചിച്ച് പറഞ്ഞിട്ട് കാര്യം. നമുക്ക് കാണിക്കാൻ പറ്റണം. നമ്മളൊരു വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു 10 300 500 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് വിൽക്കാൻ പറ്റും. ഹലോ, വിൽക്കാൻ പറ്റണം. അവിടെ നമുക്കൊരു ചായപ്പൊടി കൊടുക്കാൻ പറ്റണം, അവിടെ നമുക്കൊരു പേസ്റ്റ് കൊടുക്കാൻ പറ്റണം, അവിടെ നമുക്കൊരു ഉപ്പോ ഗോതമ്പ് പൊടിയോ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റണം. പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റിയാൽ ജോയിനിങ് ഈസിയാണ്. നമ്മൾ നേരെ തിരിച്ചാ ശ്രമിക്കുക. നമ്മൾ ആദ്യം ജോയിനിങ് എടുക്കാൻ ശ്രമിക്കും. നമ്മളെ കാണുമ്പോൾ അവർ ഓടാൻ തുടങ്ങും. നമ്മൾ ആദ്യം പോയിട്ട് പ്രോഡക്റ്റ് കൊടുത്താൽ പിന്നെ അവര് നമ്മളെ പുറകിൽ ഓടിക്കോളും, അല്ലെങ്കിൽ നമ്മൾ അവരുടെ പുറകിൽ ഓടേണ്ടി വരും. അപ്പൊ ആദ്യം എന്താ കൊടുക്കണ്ടേ? പ്ലാനാണോ പ്രോഡക്റ്റ് ആണോ? പ്രോഡക്റ്റ് ആദ്യം കൊടുക്കണം. ആദ്യം പ്രോഡക്റ്റ് അങ്ങോട്ട് കൊടുത്താൽ പിന്നെ അവര് നമ്മളെ അന്വേഷിച്ചു വരും. അന്ന് നിങ്ങൾ എന്താ ചായപ്പൊടി സൂപ്പർ കേട്ടോ, ഒരു ചായപ്പൊടി കൂടി കിട്ടുമോ? തരില്ല എന്ന് പറയും. നിങ്ങളുടെ അടുത്ത് ഞാൻ ചായപ്പൊടി കൊണ്ട് വരാം, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു 500 രൂപയെ കൂടി സാധനം തരും. ആൾ ആ ചായപ്പൊടിക്ക് വേണ്ടിയിട്ട് 500 രൂപയുടെ സാധനം വാങ്ങാൻ തയ്യാറാവും. ആവുമല്ലോ. അങ്ങനെ ഒരു 500 രൂപയുടെ സാധനം കൂടി അദ്ദേഹം വാങ്ങിക്കഴിഞ്ഞാൽ ജോയിനിങ് കംപ്ലീറ്റ് ആവും. പിന്നെ അദ്ദേഹത്തിനോട് നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ തരും. റൈറ്റ്? അങ്ങനെ സ്ലോലി നമ്മളെ കസ്റ്റമേഴ്സിനെ നമ്മൾ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് ഒരു 10 പേരെ നമ്മൾ കണ്ടുപിടിക്കണം. ഫൈൻഡ് യുവർ 10. 10 പേരെ നമ്മൾ കണ്ടുപിടിക്കണം. ഈ 10 പേര് കമ്പനി നിർദ്ദേശിച്ചിരിക്കുന്ന 1500 PV ചെയ്യാൻ തുടങ്ങിയാൽ, വാട്ട് ഈസ് യുവർ ഗ്രൂപ്പ് PV? ഗ്രൂപ്പ് PV എത്രയായി? ടീമിൽ നടക്കുന്ന ടേൺഓവർ. ഞാനൊരു 10 പേരെ എന്റെ കസ്റ്റമേഴ്സിൽ നിന്നും ബിസിനസ് മാൻ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അവർക്ക് ഞാൻ ഒരു ബിസിനസ് ബാഗ് റെഡിയാക്കി കൊടുത്തു, പ്ലാന്, ടൂൾസ്, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ 10 പേരെ കണ്ടുപിടിച്ചു. അവർക്ക് ഞാൻ കമ്പനി നിർദ്ദേശിച്ചിരിക്കുന്ന 1500 PV പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. 1500 PV എല്ലാ മാസവും ചെയ്യണം. 10 പേര് 1500 PV ചെയ്യാൻ തുടങ്ങിയാൽ വാട്ട് ഈസ് മൈ ഗ്രൂപ്പ് PV? എന്റെ ടീമിൽ നടക്കുന്ന ടേൺഓവർ 15,000 PV. 15,000 PV-യിലേക്ക് ഞാൻ കയറി. ഈ 10 പേരെ കൂടെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരുടെ 10 പേരെ കണ്ടുപിടിക്കുമ്പോൾ എന്റെ ടീം 100 ആയിട്ട് മൾട്ടിപ്ലൈ ആവും. അവർ ഓരോരുത്തരും 1500 PV ചെയ്യാൻ തുടങ്ങിയാൽ എന്റെ ടേൺഓവർ എത്രയായി കൂടി? 1.5 ലക്ഷം. 1.5 lakhs PV. അങ്ങനെയാണ് ആസിമിൽ PV കയറുക. ഞാനൊരു 10 പേരെ കൊണ്ടുവന്നു, അവരുടെ കൂടെ ഞാൻ ഇറങ്ങി പ്രവർത്തിക്കുന്നു, അവരുടെ 10 പേരെ ഞാൻ കണ്ടുപിടിക്കുന്നു.
അവർക്കെല്ലാം പ്രോഡക്റ്റ് കൊടുക്കുന്നു, അവരുടെ കൂടെ ഹോം മീറ്റിംഗ് ചെയ്യുന്നു. ആ 10 പേരിൽ കൂടി ഞാൻ 100 പേരിലേക്ക് എത്തുന്നു. ഓരോരുത്തരിൽ കൂടി 10 പേരെ ഞാൻ കണ്ടുപിടിക്കുന്നു. അവർ 1500 PV ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ 1.5 ലക്ഷം PV-യിലേക്ക് കയറി. 1.5 ലക്ഷം PV-യിലേക്ക് കയറുമ്പോൾ എനിക്ക് അഡീഷണൽ ആയിട്ട് കമ്പനി 2 ബെനിഫിറ്റും കൂടി ആഡ് ചെയ്തു. ഹലോ, ഞാൻ 1.5 ലക്ഷം PV-യിലേക്ക് കയറുമ്പോൾ എന്റെ ടീമിൽ നടക്കുന്ന ടേൺ ഓവറിനുപരി എനിക്ക് 2 തരത്തിലുള്ള വരുമാനം കൂടി കമ്പനി ആഡ് ചെയ്യും. 70 എപ്പോഴാണോ എന്റെ ടേൺ ഓവർ 70,000 PV ക്രോസ് ചെയ്യുന്നത്, 70,000 PV ക്രോസ് ചെയ്യുന്നത്, ആ സമയത്ത് എനിക്ക് 2 തരത്തിലുള്ള വരുമാനം കമ്പനി ആഡ് ചെയ്യും. ദാറ്റ് ഈസ് മന്ത്ലി ബോണസ് ആൻഡ് ആനുവൽ ബോണസ്. മാസത്തിൽ ഓൾ ഇന്ത്യയിൽ നടക്കുന്ന ബിസിനസിന്റെ ബോണസ് മാസവും കിട്ടും, വർഷത്തിലും കിട്ടും. എത്ര PV ക്രോസ് ചെയ്താല് 70,000. എന്റെ ടീമിന് 70,000. എങ്ങനെയാണ് എന്റെ ടീമിന് 70,000 കൊണ്ടുവരിക എന്നുള്ളതിന്റെ എക്സാമ്പിൾ കണക്കാ ഞാനിവിടെ കാണിച്ചത്. ഞാൻ എന്റെ ഒരു 10 പേരെ കണ്ടുപിടിക്കുന്നു, ഈ 10 പേരെ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നു. ഹലോ, റൈറ്റ്? പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളെ 10 പേരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? 10 പേര് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ഞാനിപ്പോൾ ഷോർട്ട് കട്ട് കാണിച്ചു തരാം. സ്റ്റേജിൽ വെച്ച് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് 10 പേരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും? ആരെങ്കിലും വരുമോ? വളണ്ടിയർ ആയിട്ട് പുതിയ ആൾ. ഇന്ന് ഹാസ്യമിന്റെ മീറ്റിംഗ് ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ സ്റ്റേജിൽ വരും? ഇന്ന് ഫസ്റ്റ് ടൈം ഹാസ്യമിന്റെ മീറ്റിംഗ്. പ്രോഡക്റ്റ് ഒന്നും ഉപയോഗിച്ച ആളായിരിക്കും. വേണ്ട, പ്രോഡക്റ്റ് ഉപയോഗിച്ച ആൾ വേണ്ട. പ്രോഡക്റ്റ് ആസിമിന്റെ പ്രോഡക്റ്റ് ആദ്യമായിട്ട് ഇന്ന് ആസിമിന്റെ മീറ്റിംഗ് ആദ്യമായിട്ട് ഒന്ന് മേഡം ഒരു ആസിമിന്റെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടിട്ടില്ലല്ലോ? കണ്ടിട്ടുണ്ടോ? അല്ല, ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടുണ്ടോ? ഇന്ന് ആദ്യമായിട്ട് മീറ്റിംഗിന് വന്ന് ആസിമിനെ പറ്റി ഒന്നും ഒരു ABCD അറിയില്ല. ആരോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഇരുത്തിയാൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കിഡ്നാപ്പ്. അതാ സാറിനെ കിഡ്നാപ്പ് ചെയ്താലോ? വരൂ വരൂ വരൂ. ഈ ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് ഉണ്ടോ? ബിസ്ക്കറ്റിന്റെ പാക്കറ്റ്, ബിസ്ക്കറ്റിന്റെ പാക്കറ്റ്. ഹലോ, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. വരൂ വരൂ. പുതിയതായിട്ട് ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് വന്നേ. വരൂ വരൂ. മതി മതി, ഒന്ന് ശ്രദ്ധിക്കണം. ഹലോ, സംസാരിക്കുക, ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ 10 പേരെ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനു മുമ്പ് ആസിമിന് എന്തെങ്കിലും പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ടോ? സാർ കണ്ടിട്ടുണ്ടോ? 2 പേരും പുതിയ ആൾക്കാരാണ്. ഏതെങ്കിലും ആസിമിന്റെ ട്രെയിനിങ്, ഏതെങ്കിലും ആസിമിന്റെ മീറ്റിംഗ് ഇതുവരെ സാറിന്റെ പേര്? ആലുമയാണ്. 2 പേർക്കും ഇതുവരെ ആസിമിന്റെ പ്ലാൻ ആരും കൊടുത്തിട്ടില്ല. ആസിമിന്റെ പ്രോഡക്റ്റ് ഇതുവരെ കണ്ടിട്ടില്ല. സാറ് ബിജു സാറിന് ആസിമിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. ഞാൻ സാറിന് ഈ പ്രോഡക്റ്റ് തരാം, ഇത് എന്താണെന്ന് സാറിന് അറിയാം. സാറിന് ഇത് കിട്ടിയാൽ ബിജു സാറിന് എങ്ങനെ ഇത് പറഞ്ഞു മനസ്സിലാക്കി ഇത് എന്ത് ചെയ്യാമെന്ന് കാണിച്ചു ഫ്രീ നോക്കണേ. സാറിന് ആദ്യമായിട്ട് ആസിമിന്റെ പ്രോഡക്റ്റ് കൈ കിട്ടി. ബിജു സാറിന് ഇത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പോവാം. ചെയ്തു നോക്കിക്കോളൂ. സാറിന്റെ പ്രവർത്തനം കറക്റ്റ് ആണെങ്കിൽ കൈയടിക്കണം. My God. കണ്ട 2 സാറന്മാർക്ക് നല്ല കൈയടി കൊടുക്കും. ആദ്യമായിട്ട് മീറ്റിംഗിന് വന്ന് ഇതുവരെ ഈ പ്രോഡക്റ്റ് മുന്നേ കാണാത്തവര് പാക്കറ്റ് പൊട്ടിക്കുന്നു, ബിജു സാറിന് കൊടുക്കുന്നു, സാറിന് കഴിക്കുന്നു.
ഇത് കഴിക്കാനുള്ളതാണ് അവർക്കൊരു ട്രെയിനിങ് ഇല്ലാതെ മനസ്സിലാക്കി. രണ്ടുപേർക്ക് നല്ലൊരു കയ്യടി ആവട്ടെ. അത് നല്ല ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയ ബിസ്ക്കറ്റാണ്. നമ്മുടെ ആസിമിന്റെ 6 നാഷണൽ അവാർഡ് കിട്ടിയ എണ്ണയും ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയ ബിസ്ക്കറ്റാണ്. അപ്പോ ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി നമുക്ക്? ഇതിനകത്ത് എന്ത് മനസ്സിലായി? പുതിയതായിട്ട് വന്ന ആസിമിനെ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത 2 പേര് ഇവിടെ വന്ന് ആസിമിന്റെ ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ട് പോയി. നമ്മൾ ആസിമിന് 1-2 വർഷമായിട്ട് ഇന്നും അപ്ലൈൻമെന്റ് കാത്തിരിക്കുക, തൊട്ടടുത്ത ആൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടി. സാറ് എവിടെയാ? സാറൊന്നും വരണം, ഞാൻ 2 പേരെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. സാറ് വന്നിട്ട് വേണം ഈ ബിസ്ക്കറ്റ് ഒന്ന് പുതിയതായിട്ട് വന്ന 2 പേരോട് ആരാമത്തെ 2 ബിസ്ക്കറ്റ് നിന്നിട്ട് പോയി. ഇടത്തെ കൈയോട് ഇങ്ങനെ തട്ടി ചെയ്യാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെല്ലാം കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്തില്ല, അയാൾ വരുന്നില്ല, എനിക്ക് ടീം ഇട്ട് തന്നില്ല. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? RCM is the most simplest business in the world. നമുക്ക് വേണമെങ്കിൽ ഇതിന് എത്ര കോംപ്ലിക്കേറ്റഡ് ആവശ്യമുണ്ടെന്ന് ആർക്കും ചെയ്യാം. റൈറ്റ്? അപ്പൊ അതുകൊണ്ട് ഇപ്പം ഞാൻ എന്റെ 10 പേരെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കണ്ടുപിടിക്കുന്നു. അപ്പൊ ഞാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ ബിസ്ക്കറ്റും ചായപ്പൊടിയും കോഫിയും ഗോതമ്പ് പൊടിയും ഒക്കെ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നു. തിരിച്ചിങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ കൊടുത്തു പോയ ആൾക്കാരെ ഞാൻ സ്പോൺസർ ചെയ്ത് തിരിച്ചു വരും. ഹലോ, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പ്രോഡക്റ്റ് ഇങ്ങനെ കൊടുത്തു പോകും. തിരിച്ചു വരുമ്പോൾ അവരെ ഞാൻ സ്പോൺസർ ചെയ്ത് തിരിച്ചു കൊണ്ടുപോകും. ഇത്രയുള്ള ആശയം. ഇത് ആസിമിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇതിനെ വേണമെങ്കിൽ എനിക്ക് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ സുധാകരൻ സാറിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം. എന്റെ കയ്യിലുള്ള വണ്ടി ഓട്ടാൻ എനിക്ക് അറിഞ്ഞാൽ എനിക്ക് സുധാകരൻ സാറിന്റെ ആവശ്യമില്ല. എന്റെ കയ്യിൽ തന്നിരിക്കുന്ന വണ്ടി എനിക്ക് ഓട്ടാൻ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ സുധാകരൻ സാറിന്റെ ഹെൽപ്പ് നോക്കിയിരിക്കും. എന്റെ വണ്ടി ഓട്ടാൻ ആർക്കറിയേണ്ടത്? ആർക്കറിയണം? അവരവർക്ക് തന്നെ അറിയണം. അവരവരുടെ കയ്യിൽ തന്നിരിക്കുന്ന ഓട്ടാനുള്ള വണ്ടിയാണ് RCM. അത് ഓട്ടാൻ നമ്മൾ അതിന്റെ സ്റ്റിയറിംഗ് പിടിക്കാൻ നമ്മൾ പഠിക്കണം. അത് പഠിച്ചാൽ നമുക്ക് കുറെ സമയം സേവ് ചെയ്യാം. നമുക്ക് ആരെയും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പഠിക്കാൻ തയ്യാറാണോ? എന്താ പഠിക്കേണ്ടത്? ഉപയോഗിക്കാൻ. ബിസ്ക്കറ്റ് തിന്നാൻ പഠിക്കണം, പേസ്റ്റ് തേക്കാൻ പഠിക്കണം, സോപ്പ് കിട്ടിയാൽ കുളിക്കാൻ പഠിക്കണം, ഗോതമ്പ് പൊടി കിട്ടിയാൽ ചപ്പാത്തി പരത്തി തിന്നാൻ പഠിക്കണം. ഇത്രയും പഠിച്ചാൽ മതി. ആവശ്യം എത്ര ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ടി വരും ഇതൊക്കെ പഠിക്കാൻ? എത്ര ട്രെയിനിങ് വേണം? ഒരു ട്രെയിനിങ് ആവശ്യമില്ല. അത്രയും സിമ്പിൾ ആണ് ഈ ബിസിനസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിനു വേണ്ടി തയ്യാറാണ്. റൈറ്റ്? അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു 10 പേരെ പഠിപ്പിക്കുന്ന ഗ്രൂപ്പ് ബിസിനസ് കേറും. അവരുടെ കൂടെ 1-2 ഹോം മീറ്റിംഗ് ചെയ്യുന്നു. അവരുടെ കൂടെ പ്രവർത്തിക്കുമ്പോൾ 10 100 മാറും. 100 എന്തായി മാറും? 1000 മാറും. ഈ 1000 പേരെയും വെറും 1500 PV ചെയ്യാൻ പഠിപ്പിച്ചാൽ അത് നിങ്ങൾക്ക് 15 ലക്ഷം PVയിലേക്ക് എത്തിക്കാം. 15 lakhs. അതായത് ഇന്ന് കേരളത്തിലെ എണ്ണപ്പെട്ട കുറച്ച് ടെക്നിക്കൽ അച്ചീവേഴ്സിന്റെ കൂട്ടത്തിലേക്ക് കയറാൻ നിങ്ങൾ നിങ്ങളുടെ 10 പേരെ കാര്യങ്ങൾ പഠിപ്പിക്കണം. അതിനാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പറയാ ഫൈൻഡ് യുവർ 10. നിങ്ങൾ നിങ്ങളുടെ 10 പേരെ കണ്ടുപിടിക്കണം. 100 പേരെ കണ്ടുപിടിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ 10 പേരെ കണ്ടുപിടിക്കണം. ആ 10 പേരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ 10 പേര് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ 10 എന്തായി മാറും? 100 ആവും. 100 എന്താവും? 1000. 1000 എന്താവും? 10,000ങ്ങളിലേക്ക് കയറി പോയിക്കോളും. അങ്ങനെ 1, 2, 3, 4, 5 വർഷം കഴിയുമ്പോൾ നിങ്ങളും പറയും എന്റെ ടേൺ ഓവർ ഇന്ന് 1 കോടിയാണ്, 2 കോടിയാണെന്ന് പറയും. സുധാകരൻ സാറ് അച്ചീവ് ചെയ്ത പോലെ ജീവിതത്തിൽ നിങ്ങൾക്കും സ്വന്തമായിട്ട് ഒരു വീടും കാറും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. അതൊക്കെ ആസിമിന്റെ വളരെ ചെറിയ അച്ചീവ്മെന്റ്സ് ആണ്. വലിയ അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കൂടെ വരുന്ന ആളുകൾക്കും അത് നേടിക്കൊടുക്കാൻ പറ്റും. തയ്യാറാണോ? റെഡിയാണോ? അപ്പോ നമ്മള്
ആസിമിൽ വലിയൊരു അച്ചീവറായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മളുടെ 10 പേരെ കണ്ടുപിടിക്കും. ഫൈൻഡ് യുവർ 10. ഇന്ന് തീരുമാനം എടുക്കോ? അതോ ഇനി പ്രോഡക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യോ, അപ്ലൈന് വേണ്ടി വെയിറ്റ് ചെയ്യോ? ഡോണ്ട് വെയിറ്റ് ഫോർ എനിവൺ. ടേക്ക് ചാർജ്. റൈറ്റ്? ഓക്കെ. തയ്യാറാണോ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സക്സസ് വരട്ടെ. ഞാൻ ആർസിഎമ്മിന് 21 വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ ഗവൺമെന്റിൽ പോളിസികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല, മാറ്റങ്ങൾ വന്നു എന്ന് നിങ്ങൾ ഉൾക്കൊള്ളണം. യൂണിവേഴ്സിറ്റികളിൽ കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള കോഴ്സുകൾ, ഡിപ്ലോമ എടുക്കാൻ, ഡിഗ്രി എടുക്കാൻ പല മാറ്റങ്ങൾ വന്നു. ലോകമെമ്പാടുമുള്ള പഠനങ്ങളിൽ കൂടി ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു. വളരെ ഷോർട്ട് ടേമിൽ അടുത്ത 4-5 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഒരു മോണിറ്ററിംഗ് അതോറിറ്റി രൂപപ്പെടും, വലിയ കാലതാമസമില്ല. ഇതെല്ലാം വരുന്നതിന് മുമ്പ് നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ, നമ്മൾ മരണശയ്യയിലായിരിക്കുന്ന സമയത്തേക്കും നമുക്ക് ആസിമിന്റെ വലിയൊരു അച്ചീവറായിട്ട് മാറാൻ പറ്റും. നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ നമ്മളെ പേര് പറയാൻ 10 പേര് നമുക്ക് വേണ്ടി ഉണ്ടാവും. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ. നിങ്ങൾ എല്ലാവരും ആസിമിനെ ഉൾക്കൊണ്ട് മനസ്സിലാക്കുക. ആരെങ്കിലും ആസിമിൽ ഇനിയും ഐഡി എടുത്തില്ല, ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രീ ആണ്, അബ്സല്യൂട്ട്ലി ഫ്രീ, 1 രൂപ പോലും വേണ്ട. ആരാണോ നിങ്ങളെ ഇവിടെ വിളിച്ചത് അവരെ ഇമ്മീഡിയറ്റ്ലി കോൺടാക്ട് ചെയ്യാം. അടുത്ത 4-5 വർഷം ആർസിമിന് വേണ്ടി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ലീഡറായിട്ട് നിൽക്കുക. നമ്മളെ വഴി തെറ്റിക്കാൻ വേണ്ടി പലരും വരും. ആ വഴി തെറ്റിക്കലിൽ പോയി ഡിസ്ട്രാക്ട് ആയിപ്പോയി നമ്മളുടെ ഫോക്കസിൽ നിന്ന് മാറിപ്പോയാൽ നഷ്ടം നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് ആർസിമിൽ പ്രവർത്തിക്കാം, വലിയ അച്ചീവറായിട്ട് മാറാം. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ഇന്ന് എന്നെ ഇവിടെ വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്.